എന്നോടൊപ്പം കമന്ററി ബോക്സിൽ കുട്ടനാടിന്റെ മുഴുവൻ വള്ളങ്ങളുടെ ചരിത്രമറിയാവുന്ന ജോ ജോസഫ് തായങ്കരിയും ഹരികുമാർ വാലേത്തുമാണ് ഈ കമന്ററി ബോക്സിന്റെ അമരത്തിരിക്കുന്നത്. ആ അമരക്കാരിലേക്ക് ഞാൻ പോവുകയാണ്, ശ്രീ ഹരികുമാർ വാലേത്തിലേക്ക്. മാന്യ പ്രേക്ഷകരെ സ്വാഗതം. ഒരു ചെറിയ ഇടവേള വേണ്ടി വന്നു പ്രകൃതി നമ്മളോട് കലഹിച്ചു നിന്നപ്പോൾ. പക്ഷേ പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണിയിറക്കുന്ന കുട്ടനാട്ടുകാരൻ്റെ ആ മനധൈര്യം, അത് തന്നെയാണ് ഈ പുന്നമടക്കായലിൽ വള്ളംകളി നടത്തുവാൻ തന്നെ ഈ നാട് തീരുമാനിച്ചത്. വിറങ്ങലിച്ചു നിൽക്കാതെ അവർ ഉശിരോടുകൂടി എത്തിയിരിക്കുകയാണ്. ഈ നാടിൻ്റെ കുട്ടനാടിൻ്റെ ഹൃദയധമനികളിലൂടെ ഒഴുകി വന്ന ചെറു പുഴകൾ, ചെറു അരുവികൾ പുഴയായി മാറുന്നത് പോലെ ആ പുഴകൾ ഒന്നു ചേർന്ന് ഒരു മഹാനദിയിലേക്ക് ലയിച്ചതുപോലെയാണ് ഇന്ന് ഈ ജനതതി ഇവിടെ കൂടി നിൽക്കുന്നത്. മാന്യ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളാണ്. 19ഓളം ചുണ്ടൻ വള്ളങ്ങളാണ് ഇന്ന് കുട്ടനാടിൻ്റെയും ഓണാട്ടുകരയുടെയും കിഴക്കൻ മേഖലകളെയും കുമരകം മുതൽ കൊല്ലം വരെയുള്ള മേഖലകളിൽ നിന്ന് കടന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിന് മുമ്പായി ഒരു അയത്ന ലളിതമായ ഒരു തുഴച്ചിൽ. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഒരു വെപ്പുവള്ളമാണ്. ചുണ്ടനെ പോലെ തന്നെ ചെറിയ അമരവും, എന്നാൽ മുൻപിൽ നിൽക്കുമ്പോൾ പരുന്തിൻ്റെ വാല് പോലെ അല്പം വിതർത്ത് നിൽക്കുന്ന ഒരു അണിയവുമുള്ള പരുന്തുവാലൻ വള്ളമെന്നോ വെപ്പുവള്ളമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന വള്ളമാണ്. വെപ്പുവള്ളങ്ങളിൽ എ ഗ്രേഡ് വിഭാഗത്തിൽ 7 വെപ്പ് വിഭാഗം വള്ളങ്ങളാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. ഈ വള്ളങ്ങളെ ഗ്രേഡ് തിരിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചാണ്. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ 40 മുതൽ 60 വരെ തുഴക്കാർ മത്സരിക്കും. വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിലാണെങ്കിൽ 25 മുതൽ 35 വരെ മാത്രമാണ് പങ്കെടുക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളിൽ 75 തുഴക്കാരിൽ കുറയുവാൻ പാടില്ല, 95 തുഴക്കാരിൽ കൂടുവാനും പാടില്ല. എ ഗ്രേഡ് വിഭാഗം, ബി ഗ്രേഡ് വിഭാഗം, സി ഗ്രേഡ് വിഭാഗമായി ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വിഭാഗങ്ങളായി ഇരുട്ടുകുത്തിയുണ്ട്, സ്ത്രീകൾ പങ്കെടുക്കുന്ന ചുരുളനുണ്ട്, വനിതകൾ പങ്കെടുക്കുന്ന തെക്കനോടി വള്ളങ്ങളുണ്ട്. തെക്കനോടി വള്ളത്തിൽ വനിതകളിൽ 30-ൽ കുറയാതെ തുഴക്കാരുണ്ടായിരിക്കണം. അങ്ങനെ അതിവിശാലമായ പുന്നമടക്കായൽ ഇന്ന് പോക്കുകയിൽ വെട്ടിത്തിളങ്ങുകയാണ്. ഒരു വെള്ളി പരവതാനി വിരിച്ചതുപോലെ ആ പച്ച കിന്നരി വച്ചിരിക്കുന്ന നെൽപ്പാടങ്ങളുടെയും തെങ്ങിൻ തലപ്പുകളുടെ ഇടയിൽ കൂടി ഒരു വെള്ളക്കവണി അങ്ങനെ വിടർത്ത് വിരിച്ചിരിക്കുന്നത് പോലെ തോന്നുന്ന ആ പോക്കുവെയിലിൽ വെട്ടിത്തിളങ്ങുന്ന പുന്നമടക്കായലിൻ്റെ ഹൃദയത്തിലൂടെയാണ് വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒരു പടയോട്ടം പോലെ ഈ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചു വരുന്നത്. ഇപ്പോഴൊക്കെ കാണുന്നത് വളരെ അയത്ന ലളിതമായ ഒരു തുഴച്ചിലാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുമ്പോൾ അവരങ്ങനെ നാടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ കണ്ടുകൊണ്ടൊക്കെ അങ്ങനെ ലളിതമായി തുഴഞ്ഞു വരുന്നു. ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഓരോ കരകളുടെ വികാരമാണ്, ഓരോ കരകളുടെ ഏകതയുടെ മൂർത്തഭാവമാണ്. ഇന്ന് 19 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്നതിൽ 12 ചുണ്ടന്മാരും ഇതിനകം പലതവണ ട്രോഫികൾ നേടിയ കീർത്തിമത്തായ ചുണ്ടൻ വള്ളങ്ങളാണ്. അവയിൽ ഹാട്രിക് പെരുമയുള്ള ചുണ്ടൻ വള്ളങ്ങളുണ്ട്. ഏറ്റവും പുതിയ ചുണ്ടൻ വള്ളം കഴിഞ്ഞ മാസം നീറ്റിലിറക്കിയ പായിപ്പാടൻ 3 എന്ന് വേണമെങ്കിൽ പറയാം. പായിപ്പാട്ടുകാരുടെ ഹൃദയ വികാരമായ 3 ചുണ്ടൻ വള്ളങ്ങളായിരുന്നു. പായിപ്പാട് 1, പായിപ്പാട് 2, പായിപ്പാട് 3. അങ്ങനെ ഓരോ നാടിനും, വീയപുരത്തിനാണെങ്കിൽ ആ നാട്ടുകാർ ഓമനപ്പേരായി വിളിക്കുന്നത് വീരുവെന്നാണ്, കാരിച്ചാലിനെ ആ കരക്കാർ വിളിക്കുന്നത് കാരുവെന്നാണ്. അങ്ങനെ തങ്ങളുടെ നാട്ടിലെ വീരപുരുഷന്മാരെ പോലെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഓരോ വള്ളങ്ങളുമാണ് ആ വികാരങ്ങൾ. അങ്ങനെയുള്ള വികാരങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ പുന്നമടക്കായലിൽ അവരെത്തിച്ചേരുന്നത്. ദൂരദർശൻ ഒരുക്കുന്ന ആകാശ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇക്കുറി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഡ്രോൺ ഷോട്ടുകൾ വളരെ നിയന്ത്രിതമായിരിക്കുന്നുവെങ്കിലും ദൂരദർശൻ പോലെ 65ഓളം രാജ്യങ്ങളിൽ ഈ ദൃശ്യങ്ങൾ എത്തിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് സംപ്രേഷണത്തിലൂടെ ഈ ചേതോഹരമായ മനോഹരമായ കുട്ടനാടിൻ്റെ ആകാശ ദൃശ്യങ്ങൾ എത്തിക്കുന്ന അതിനോടുള്ള ആ മികവിനെ ആദരിച്ചുകൊണ്ട് ദൂരദർശന് ഡ്രോൺ ഷോട്ടുകൾ ഈ കുറി നിരുപാധിക അനുവദിക്കുകയുണ്ടായി. അങ്ങനെ ഡ്രോൺ ഷോട്ടുകളിലൂടെയും 10ഓളം ക്യാമറകൾ ചെന്നൈ ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്ന് HD ഡെഫിനിഷനിലുള്ള 10ഓളം ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദൂരദർശൻ ഇക്കുറി ഇവിടുത്തെ സംപ്രേഷണം ഓരോ ഘട്ടങ്ങളിലായി 1150 മീറ്റർ നീണ്ടു നിൽക്കുന്ന പുന്നമടക്കായലിനെ 10ആയി ഭാഗിച്ചുകൊണ്ട് ക്യാമറകൾ വെച്ചിരിക്കുകയാണ്. ഓരോ പോയിന്റ് കഴിയുമ്പോഴും അത്യാവേശപൂർവ്വം ഓരോ വള്ളങ്ങൾ കടന്നു വരുമ്പോഴും അതിൻ്റെ ചാരുതയും ചേലും ചൂരും ഒപ്പിയെടുക്കുവാൻ ദൂരദർശൻ ഒരു അണുവിട പോലും
വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്നു. 50ഓളം സാങ്കേതിക വിദഗ്ധർ, അവരോടൊപ്പം തന്നെ കമന്റേറ്റർ ബോക്സിൽ 10ഓളം ആൾക്കാർ, അങ്ങനെ ഒരു വലിയ സംഘം ആൾക്കാരുടെ അയത്ന ലളിതമായ ഒരു ശ്രമം അതിന്ന് പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സാഹസികമായി ഈ മത്സരം ചിത്രീകരിക്കുവാൻ വേണ്ടി ബോട്ടിൽ പോലും ക്യാമറകളുമായി ഇത് ദൂരദർശൻ്റെ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുന്നമടക്കായൽ ഇപ്പോൾ ഈ വള്ളങ്ങളൊക്കെ മത്സരങ്ങൾക്ക് മുമ്പ് ഒരു അനുവദിക്കുകയുണ്ട്. ഒന്ന് തുഴഞ്ഞ് നാട്ടുകാരെയൊക്കെ ഒന്ന് കാണുക, ഒന്ന് കാണിക്കുക. തങ്ങളുടെ കരക്കാരൊക്കെ ഓരോ ചുണ്ടൻ വള്ളങ്ങളോടും അനുയാത്ര ചെയ്തുകൊണ്ട് ഓരോ കരയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാറുള്ളത്. അവരുടെയൊക്കെ ആ സ്വപ്ന സാക്ഷാത്കാരം പലതും ഓഹരി ഉടമകൾ ഒന്നു ചേർന്ന് വാങ്ങിയ ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അങ്ങനെയുള്ള വള്ളങ്ങൾ കാണുവാൻ വേണ്ടി, ആ വള്ളങ്ങളുടെ പ്രകടനങ്ങൾ കാണുവാൻ വേണ്ടി ഏതാണ്ട് ഈ വള്ളങ്ങളിൽ, ഈ ചുണ്ടൻ വള്ളങ്ങളിലൊക്കെ മത്സരിക്കുന്നവർക്ക് ധാരാളം നിബന്ധനകൾ ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വള്ളംകളിയിൽ പങ്കെടുക്കുന്ന എല്ലാ തുഴച്ചിൽക്കാരും നീന്തൽ പരിശീലനം നേടിയിരിക്കണം. 18 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ളവർ ആയിരിക്കണം. മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും മനോദൗർബല്യം ഉള്ളവരെയും ഒന്നും വള്ളങ്ങളിൽ കയറ്റുവാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും നിബന്ധനകളുമുള്ള ഒരു വളരെ ഗൗരവമേറിയ ഒരു മത്സര സ്വഭാവമാണ് ചുണ്ടൻ വള്ളങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുന്നമടക്കായലിൽ തലങ്ങും വിലങ്ങും ചുണ്ടൻ വള്ളങ്ങൾ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഓരോ വള്ളങ്ങൾക്കും ഓരോ നിറമാണ് അവയുടെ ജേഴ്സി അണിഞ്ഞിരിക്കും. ഒരു വള്ളത്തിൽ വെള്ളയാണെങ്കിൽ മറ്റൊരു വള്ളത്തിൽ പച്ചയായിരിക്കും, മറ്റൊരു വള്ളത്തിൽ മഞ്ഞയായിരിക്കും. അങ്ങനെ ഒരേപോലെ നിറമണിഞ്ഞ് ഒരേ നിറത്തിലുള്ള തുഴകൾ ജലപ്പരപ്പിൽ ചിറകുകൾ പോലെ വിടർത്തി എത്ര മനോഹരമായ ഒരു കാഴ്ച ഒരുക്കിക്കൊണ്ടാണ് ഓരോ ചുണ്ടൻ വള്ളവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപുള്ള ആ ഒരുക്കങ്ങൾ, ആ ആഹ്ലാദ പ്രകടനങ്ങൾ, ഓരോ വള്ളവും തങ്ങളുടെ നെട്ടയത്തിലൂടെ തുഴഞ്ഞുല്ലസിക്കുന്നത് കാണാൻ ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഇരു കരകളിലുമായി 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് കാത്തു നിൽക്കുന്നത്. ഒരു വള്ളത്തിൽ കുറഞ്ഞത് 100ഓളം ആൾക്കാർ. ആ 100ഓളം ആൾക്കാരുടെ മനസ്സിൽ ആ 88-90ഓളം തുഴകൾ ഒരേ ലക്ഷ്യത്തോടെയാണ്. അവർക്കെല്ലാം ഒരേ ഉന്നമാണ്. ലക്ഷ്യത്തിലെത്തണം, വള്ളത്തെ മുൻപിലെത്തിക്കണം. ഏറ്റവും പുതിയ വള്ളങ്ങളിൽ ഒന്നായ നിരണം ബോട്ട് ക്ലബ്ബ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്ന പ്രാതിനിധ്യമാണ് നിരണം ബോട്ട് ക്ലബിനുള്ളത്. അങ്ങനെ ഇതര ജില്ലകളിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, കൊല്ലം ജില്ലയിൽ നിന്ന്, ആലപ്പുഴ ജില്ലയിൽ നിന്ന്, കോട്ടയം ജില്ലയുടെ അതിർഭാഗമായ കുമരകത്ത് നിന്നൊക്കെ ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ മത്സര വേദിയാണ് 70ാമത് നെഹ്റു ട്രോഫി ജലമേള പുന്നമടക്കായലിൽ ജലകായിക പ്രേമികൾക്കായി ഒരുക്കിയിരിക്കും. ഇപ്പോൾ കാണുന്നത് ജലമേളയിലെ ഏറ്റവും കൗതുകകരവും ആനന്ദകരവുമായ ഒരു ദൃശ്യമാണ്. മാസ് ഡ്രിൽ, വള്ളങ്ങളുടെ തുഴ കണ്ടുള്ള ഒരു പ്രകടനം, ഒരു ഏകതയുടെ, ഒരു ഒരുമയുടെ, ഒരു ഐക്യപ്രകടനം. ആ വെള്ള കൊടി ഉയർത്തി കാണിക്കുന്നതോടുകൂടി 10 സ്റ്റെപ്പുകളിലായുള്ള മാസ് ഡ്രിൽ എല്ലാ ചുണ്ടൻ വള്ളങ്ങളും അണിനിരന്ന ശേഷം ക്യാപ്റ്റന്മാരെ മുഖ്യാതിഥിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു രീതിയുണ്ട്. അതിനെ തുടർന്ന് മാസ് ഡ്രിൽ ആരംഭിക്കുന്നത് എല്ലാ വള്ളക്കാരും മുഖ്യ പവലിയന് മുമ്പിൽ അണിനിരക്കണം. എല്ലാ വള്ളങ്ങളും എത്തിച്ചേരണം എന്നുള്ളതാണ്. ആ ഒരു നില കൊള്ളുക. മാസ് ഡ്രില്ലിനായി ഒരുങ്ങുമ്പോൾ ആ വെള്ള കൊടി വീശിക്കൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകും. കഴിഞ്ഞ വർഷത്തെ ജേതാവാണ് ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മാസ് ഡ്രിൽ ആരംഭിക്കുന്നത്. ഒരു ആജ്ഞ കിട്ടുവാൻ പോരാളികൾ ഒരുങ്ങി നിൽക്കുന്നത് പോലെ തങ്ങളുടെ തുഴകൾ മടിയിൽ വെച്ചുകൊണ്ട് ആ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുകയാണ്. 10 സ്റ്റെപ്പുകളിലായിട്ടാണ് ഈ മാസ് ഡ്രിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ വിസിൽ മുഴങ്ങുമ്പോഴും ഓരോ സ്റ്റെപ്പുകളായി തുഴ കൊണ്ടുള്ള ഈ പ്രകടനം ഒരു ഏകതയുടെ പ്രകടനം. ഇന്ന് ഒരു വെയില് മങ്ങിയ ഒരു കാലാവസ്ഥ, വളരെ അനുഗുണമായ ഒരു കാലാവസ്ഥ. നട്ടപ്ര വെയിലത്ത് ഇതുപോലെ മാസിൽ നടക്കുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആലപ്പുഴയിലെ പുന്നമടയിലെ മേൽവിധാനങ്ങൾ അല്പം ഇരുട്ടുമൂടി നിൽക്കുന്നുവെങ്കിലും ശാന്തമായ, വളരെ സൗമ്യമായ ഒരു അന്തരീക്ഷമാണ് കായിക പ്രേമികൾക്കും കാഴ്ചക്കാർക്കും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 19 ചുണ്ടൻ വള്ളങ്ങളിലായി ഏതാണ്ട് 2000-ഓളം കായിക താരങ്ങൾ പ്രധാന പവലിയന് മുമ്പിൽ, മുഖ്യ അതിഥികൾക്ക് മുമ്പിൽ തങ്ങളുടെ കായിക പ്രകടനം, കായിക പ്രകടനം, തുഴകൊണ്ടുള്ള അഭ്യാസങ്ങൾ കാണിക്കുവാനായി നിലകൊള്ളുകയാണ്. സ്കൂളുകളിൽ അസംബ്ലിയിൽ കുട്ടികൾ നിരന്നു നിൽക്കുന്നത് പോലെ ആജ്ഞ PD ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശം കിട്ടി ഓരോ സ്റ്റെപ്പുകളായി അവർ PD എക്സസൈസുകൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുന്നു.
നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ 10 സ്റ്റെപ്പുകളിലായി അവർ ആ തുഴ കൊണ്ടുള്ള അഭ്യാസം കാണിക്കും. ആദ്യമായി അവർ ഒരു വിസിൽ അടിക്കുമ്പോൾ തുഴ മടിയിൽ വെക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ കിട്ടുമ്പോൾ തുഴ മടിയിൽ ഇടത് കൈ കൊണ്ട് പിടിച്ച് വലത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുക. അങ്ങനെ ഓരോ മുറകളാണ് ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ആ തുഴ കൊണ്ടുള്ള പ്രകടനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികളും സ്വദേശികളുമായ ആളുകൾക്ക് കാണുവാൻ വളരെ കൗതുകകരമായ ഒരു പ്രകടനമാണിത്. ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെയും അമരങ്ങൾ നിറച്ചാർത്തുകൊണ്ട് അലങ്കൃതമാണ്. പൂമാലകൾ കൊണ്ട്, കൊടിതോരണങ്ങൾ കൊണ്ട്, ഓരോ കരകളിൽ നിന്നും എത്തുന്ന ആരാധനാലയങ്ങളിലെ പൂജ മുദ്രകൾ കൊണ്ട് ഒക്കെ അലങ്കരിച്ചാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 10-15 അടിയോളം ജലപ്പരപ്പിൽ നിന്ന് ഉയർന്നുകൊണ്ട് ഭണമാട്ടുന്ന നാഗങ്ങളെപ്പോലെ ആ ചെറിയ ഓളത്തിൽ അവർ ആടിയാടി നിൽക്കുമ്പോൾ കരകളിൽ നിൽക്കുന്നവർക്ക് എന്ത് കൗതുകമാണ്, എന്ത് സന്തോഷമാണ്, എത്ര ചാരുതയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ആ 10 സ്റ്റെപ്പുകളിലായി നിർദ്ദേശങ്ങൾ കിട്ടുവാനായി കൊച്ചു കുട്ടികളെ പോലെ ഏതാണ്ട് ഓരോ വള്ളത്തിലും 100ഓളം തുഴക്കാരും 87 തുഴച്ചിൽക്കാരാണെങ്കിൽ 5 അമരക്കാരുണ്ടാകും, 4 താളക്കാരുണ്ടാകും, നിലയാളുകൾ ഒരു 7ഓളം ഉണ്ടാകും. അങ്ങനെ 96-98 പേരോളം 100-നടുത്ത് അംഗങ്ങളാണ് ഓരോ ടീമിലുമുള്ളത്. അങ്ങനെ ഉള്ള ആ അംഗങ്ങൾ ഈ വെളുത്ത കൊടി വീശിക്കൊണ്ട് വള്ളങ്ങൾ കൃത്യമായി അകലം പാലിക്കുവാൻ വേണ്ടി, ഈ തുഴകൾ ഇളക്കുമ്പോൾ കൂട്ടിമുട്ടാതിരിക്കുവാൻ വേണ്ടി ആ ക്യാപ്റ്റൻ കൊടുക്കുന്ന നിർദ്ദേശം, മാസ്റ്റർ ഡ്രിൽ ചീഫിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് വള്ളങ്ങൾ ഒരു ഡ്രൈവിംഗ് സംവിധാനം പോലെ കൃത്യമായ അകലം പാലിക്കുകയാണ്. ഒരു തുഴയുടെ അകലം പാലിക്കുക. മാന്യ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും, ഇപ്പോൾ നിശ്ചിതമായ അകലം പാലിച്ചുകൊണ്ടാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും പുന്നമടക്കായലിൽ നിലകൊള്ളുന്നത്. ഒരു സ്റ്റിയറിംഗ് ഇല്ലാതെ, യാതൊരു പ്രത്യേകമായ യന്ത്ര സംവിധാനവുമില്ലാതെ തങ്ങളുടെ വലിയ പങ്കായത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ അമരക്കാർ, 5 അമരക്കാർ ഈ വള്ളങ്ങളെ നിയന്ത്രിക്കുകയാണ്. അവരാണ് ഈ വള്ളങ്ങളുടെ നില ഭദ്രമാക്കി നിർത്തുന്നത്. കൃത്യമായ അകലം പാലിക്കുവാൻ അവരുടെ കൈകളിലാണ് ഈ വള്ളങ്ങളുടെ, ഈ വലിയ ഭീമാകാരമായ 15 അടി ഉയരമുള്ള ഈ ചുണ്ടൻ വള്ളങ്ങളുടെ നിയന്ത്രണം ആ വലിയ പങ്കായക്കാരുടെ കൈകളിലാണ്. ഏതാണ്ട് 15 അടിയോളമൊക്കെ തന്നെ ഉയരമുള്ള പങ്കായങ്ങളാണ് അവർ ഓരോരുത്തരും. ആരോഗ്യ ദൃഢഗാത്രരായ കുട്ടനാടിന്റെ ഈ ഓണാട്ടുകരയുടെ ആ കായിക പ്രേമികൾ, കായിക താരങ്ങൾ, ജലകായിക താരങ്ങൾ അവരുടെ കയ്യിൽ ഏന്തിയിരിക്കുന്നത്. ഈ നെഹ്റു ട്രോഫി പോലെ തന്നെയുള്ള എല്ലാ മത്സര വള്ളം കളികളിലും ഇന്ന് മാസ്റ്ററിൽ ഒരു നയന ചാരുതയാണ്, അതിമനോഹരമായ ഒരു ദൃശ്യമാണ്. അത് ജലകായിക പ്രേമികൾക്ക് നൽകുന്ന ഏകതയുടെ ഒരു മുദ്രയാണ്. കൃത്യമായി അവരിൽ പാലിച്ചു കഴിഞ്ഞാൽ, അവരെ നിലനിർത്തി കഴിഞ്ഞാൽ, ഈ 19 ചുണ്ടൻ വള്ളങ്ങളും കൃത്യം അകലം പാലിച്ചു കഴിഞ്ഞാൽ വിസിൽ മുഴങ്ങും. അങ്ങനെ 1 മുതൽ 10 വരെയുള്ള വിസിൽ. ഇപ്പോൾ തുഴ മടിയിൽ നിന്ന് ഉയർത്തി രണ്ടാമത്തെ വിസിൽ തുഴ ഇടതുകൊണ്ട് പിടിച്ച് വലത് കൈകൊണ്ട് സല്യൂട്ട് ചെയ്യുന്ന രീതിയാണ്. അത് കഴിയുമ്പോൾ മൂന്നാമത്തെ വിസിലിൽ തുഴ നെഞ്ചോട് ചേർത്ത് പിടിക്കും, ഒരു പ്രതിജ്ഞ ചെയ്യുന്നത് പോലെ. അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ അടുത്ത മുദ്രയ്ക്ക് വേണ്ടി, അടുത്ത വിസിലിന് വേണ്ടി കാത്തു നിൽക്കുന്നു. വീണ്ടും അവർ തുഴ നെഞ്ചോട് ചേർത്ത് പിടിക്കും, ഉയർത്തിപ്പിടിക്കും, നെഞ്ചോട് ചേർത്ത് പിടിക്കും. അത് കഴിഞ്ഞാൽ ആർപ്പുവിളിയോടുകൂടി തുഴ ഉയർത്തും, ഒരു ഉത്സാഹത്തിന്റെ പ്രതീകമായി. വളരെ ആഘോഷപൂർവ്വമായി ആ തുഴകൾ കൊണ്ട് ചിറകുകൾ വിടർത്തുന്ന പോലെ, ഒരു അരയന്നം ചിറക് വിടർത്തുന്നത് പോലെ ഇരുവശങ്ങളിലേക്കും തങ്ങളുടെ പനം തുഴകൾ ഉയർത്തി വീണ്ടും വീണ്ടും നിർദ്ദേശം കിട്ടുമ്പോൾ ആ തുഴ പുറത്തേക്ക് തള്ളിപ്പിടിക്കുക, വീണ്ടും വീണ്ടും ഉയർത്തിപ്പിടിക്കുക, ആ വള്ളത്തിലേക്ക് തിരിച്ചു കുത്തുക. ഇങ്ങനെ ഓരോ ചിട്ടകളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് ആ തുഴകൾ ഒന്നൊന്നായി. ഏതാണ്ട് 1600-1700ഓളം തുഴകളാണ് ഈ മാസ്റ്ററിൽ അവർ ഉയർത്തി കാട്ടുന്നത്. 19 ചുണ്ടൻവള്ളങ്ങളിലായി 1680ഓളം തുഴകൾ ഇവിടെ ഉയർത്തപ്പെടുകയാണ്. ആ ഉയർത്തപ്പെടുന്ന തുഴകൾ 9 വിസിൽ 10 വിസിൽ വരെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വീണ്ടും അവർ തിരിഞ്ഞിരിക്കുകയാണ്. വള്ളങ്ങൾ മാസ്റ്ററിൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാസ്റ്ററിൽ അവസാനിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓരോ വള്ളങ്ങളും തിരിഞ്ഞു പോകേണ്ടതുണ്ട്. ഫിനിഷിംഗ് പോയിന്റിലാണ് ഈ മാസ്റ്ററിൽ നടക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് 1150 മീറ്റർ വടക്കോട്ട്. ഈ കഴിഞ്ഞ വർഷം 1200 ആണെങ്കിൽ ഇക്കുറി ആലപ്പുഴ പുന്നമടയിൽ നിന്ന് അക്കരയിലേക്ക് പാലം നിർമ്മാണം തുടങ്ങിയതുകൊണ്ട് 50 മീറ്റർ കൂടി തെക്കോട്ട് മാറ്റി ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ 1150 മീറ്റർ, 1 കിലോമീറ്റർ 150 മീറ്റർ നീളത്തിലാണ് ഈ പുന്നമടയിൽ ട്രാക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 70 മീറ്ററോളം വീതിയുള്ള പുന്നമടക്കായലെ 4 ഖണ്ഡങ്ങളായി കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് 1, 2, 3, 4
इस विश्वास में पहुंचते हैं 10 മീറ്റർ कि വീതിയിൽ विश्व ക്രമീകരിച്ചിരിക്കുമ്പോൾ രണ്ട് प्रसिद्ध ഔട്ടർ है ട്രാക്കുകൾ ये വീണ്ടുമുണ്ട്. नौका അങ്ങനെ दौड़ 60 മീറ്റർ വീതിയാണ് 100 से മത്സരത്തിനായി अधिक नाव ഉപയോഗപ്പെടുത്തുന്നത്. चालकों ഇപ്പോൾ ഈ से ही വള്ളങ്ങളെല്ലാം തിരിച്ച് 7 नाव സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് एक പോകുവാനുള്ള दिशा വളരെ में तेजी से ലളിതമായ ഒരു चलते തുഴച്ചിൽ हैं. ശൈലി, इस വളരെ अनोखा ആയത്ന ലളിതമായി തന്നെ തുഴഞ്ഞു പോവുകയാണ്. दृश्य हम ചില വള്ളങ്ങൾ തിരിഞ്ഞ് 3 बजे പോകുന്നു, से ചില വള്ളങ്ങൾ അമരം പിന്നിലേക്കാക്കി आपको പോകുന്നു. दिखाएंगे. എങ്ങനെ വേണമെങ്കിലും കൈകളിൽ हर വഴങ്ങും ഈ एक चालक का വലിയ जिम्मेदारी ജലയാനം अलग എന്ന് होती है. കാണിക്കുവാൻ വേണ്ടി तेज കുട്ടനാടൻ रफ्तार के ജനതയുടെ पीछे കൈക്കരുത്തിന്റെ एक ऊर्जा പ്രതീകമായി, होती है. അവരുടെ മെയ്ക്കരുത്തിന്റെ इन പ്രതീകമായി खिलाड़ियों में അവർ एक ऊर्जा പരിശീലിച്ചു होती है. വെച്ചിരിക്കുന്ന कौन തുഴക്കരുത്തിന്റെ पतवार പ്രതീകമായി ഈ चलाएगा, വള്ളങ്ങളെ, कहाँ ഈ बैठेगा, ഭീമാകാരമായ വള്ളങ്ങളെ उसे എത്ര असल में कहाँ നിസ്സാരമായിട്ടാണ് बैठना അവർ चाहिए. പിന്നിലേക്ക് ഒഴുക്കി അങ്ങനെ इन കൊണ്ടുപോകുന്നത്. सबका निर्णय ही സാധാരണ जीत നമ്മുടെ करेगा. കായലിൽ ഒരു അടിയൊഴുക്കിനെ പറ്റി പറയാറുണ്ട്. അങ്ങനെയുള്ള അടിയൊഴുക്കിനെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഈ വള്ളങ്ങളൊക്കെ കുതിച്ച് മുന്നിലേക്ക് കയറി വരുന്നത്. ഇപ്പൊ പിന്നിലേക്ക് തുഴഞ്ഞു പോകുന്ന വളരെ വളരെ ചാരുതയാർന്ന, വളരെ കൗതുകകരമാർന്ന ഒരു രീതിയാണ്. എത്ര സന്തോഷമായാണ്, എത്ര ലളിതമായാണ് കുട്ടനാടിന്റെ ആ ഓമന തുഴകൾ ഉപയോഗിച്ചുകൊണ്ട്, പനയുടെ തുഴകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വള്ളങ്ങളെയും തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് തുഴഞ്ഞ് പിന്നിലേക്ക് പോവുകയാണ്. ഈ 19 ചുണ്ടൻ വള്ളങ്ങളും വടക്കേ അറ്റത്ത് പൊന്നമട കായലിൻ്റെ ഈ ട്രാക്കിൻ്റെ വടക്ക് ഭാഗത്ത്, കുരിശടി പള്ളിയുടെ വടക്ക് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഇന്നത്തെ മത്സരങ്ങൾക്ക് തുടക്കമായി. 70ാമത് ജലമേളയുടെ തുടക്കം കുറിക്കുകയായി. 1952 ഡിസംബർ 22 ഓർമ്മ പുതുക്കിക്കൊണ്ട് വീണ്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ്ജി തുടങ്ങിവെച്ച പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് 1965 മുതൽ നെഹ്റു ട്രോഫിയായി ചിരസ്മരണയോടുകൂടി ഈ 70ാമത് തലത്തിലേക്ക്, 70ാമത് തവണയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ 70ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ പങ്കെടുക്കുവാനായി 19 ചുണ്ടൻ വള്ളങ്ങളും അതോടൊപ്പം തന്നെ 74ഓളം വള്ളങ്ങളാണ് ഇക്കുറി പങ്കെടുക്കുന്നത്. മുമ്പ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ കുട്ടനാടിൻ്റെ ഒരു ഹൃദയ വികാരമാണ് കുട്ടനാട്ടിലെ കർഷകരുടെ, കുമരകം ഭാഗത്തുള്ള കക്കാവാരൽ തൊഴിൽ മേഖലയിലുള്ളവരുടെ, നീണ്ടകര കല്ലട ഭാഗത്തുള്ള കയർ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ, അടിസ്ഥാന വിഭാഗങ്ങളിലുള്ളവർ, കർഷക തൊഴിലാളികൾ, മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ കുട്ടനാട്ടിലെ ജനതയുടെ കായിക പ്രകടനത്തിൻ്റെ, കായികമായ ശേഷിയുടെ, ഒരു നാടിൻ്റെ ഏകതയുടെ, സാമൂഹ്യമായ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. ഇവിടെ ജാതിയില്ല, മതമില്ല, പ്രായമില്ല, നിറമില്ല, ഭേദമില്ല, ദേശങ്ങളുടെ വ്യതിയാനമില്ല. ഓരോ കരയ്ക്കും സ്വന്തമായ വികാരമാണ്, ഹൃദയവികാരമാണ് ഓരോ വള്ളങ്ങളും. പക്ഷേ ഈ വള്ളംകളി കഴിഞ്ഞാൽ ഈ ഒരു വീറും വാശിയുമൊക്കെ ഈ ഓളപ്പുറത്തേ ഉള്ളൂ, ഈ തിരപ്പുറത്തേ ഉള്ളൂ ഈ മത്സരം. അത് കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഐക്യത്തോടുകൂടി അടുത്ത മത്സര വള്ളംകളിക്കായി അവർ തയ്യാറെടുക്കും. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 60ഓളം മത്സര വള്ളംകളികളുണ്ട്. അതിൽ മേജറായും ഇടത്തരമായും വളരെ ചെറിയ കൊച്ചു വള്ളങ്ങൾക്ക് വേണ്ടി പോലും മത്സര വള്ളംകളികൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ആദ്യകാല സഞ്ചാരമാർഗമായ ഓടങ്ങൾ, ആ ഓടങ്ങളിൽ തന്നെയാണല്ലോ അവർക്ക് വിനോദങ്ങളും കണ്ടെത്തുവാനുള്ള ഉപാധികൾ. ഒരു കുട്ടനാടെന്ന് പറഞ്ഞാൽ 4ൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദേശത്ത് അക്കരെ ഇക്കരെ പോകുവാനായി ഈ ജലയാനങ്ങൾ മാത്രമല്ലേ സാധ്യമായി ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്താണ് ഹൃദയധമനികൾ പോലെ പുതിയ പുതിയ റോഡുകൾ വരാൻ ഇടയായത്. അങ്ങനെയാണ് കുട്ടനാട്ടിലെ ഉള്ളകങ്ങളിലേക്ക് സഞ്ചാരമാർഗ്ഗങ്ങൾ എത്തുവാനുണ്ടായത്. അതുപോലെ തന്നെ വീലുകൾ, ടയറുകൾ എത്തി തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. അതിനു മുമ്പുണ്ടായത് ഓരോ വീടിനും ഒരു കൊച്ചു സൈക്കിൾ എന്ന് പറഞ്ഞ പോലെ ഒരു കൊച്ചു വള്ളം ഉണ്ടായിരുന്നു. ആ കൊച്ചു വള്ളത്തിൽ അക്കരെ ഇക്കരെ പോകുമായിരുന്നു, സ്കൂളിൽ പോകുമായിരുന്നു, ജോലിക്ക് പോകുമായിരുന്നു, കൃഷിയിടങ്ങളിൽ പോകുമായിരുന്നു, വിവാഹ ഘോഷയാത്രകൾ നടക്കുമായിരുന്നു, ക്ഷേത്രങ്ങളിലേക്കുള്ള വരവേൽപ്പ് നടക്കുമായിരുന്നു, പള്ളികളിലെ പെരുന്നാളിനും എല്ലാം തന്നെ ഈ വള്ളങ്ങളായിരുന്നു അവരുടെ ആശ്രയം. വിലാപയാത്രകൾക്ക് പോലും, മൃതദേഹങ്ങളെ കൊണ്ടുപോകാൻ പോലും ഈ വള്ളങ്ങളെയാണ് അവർ ആശ്രയിച്ചിരുന്നത്. അങ്ങനെയുള്ള വള്ളങ്ങൾ തന്നെ അവരുടെ വിനോദത്തിനും, കളിയോടങ്ങൾ, ആ ഓടങ്ങളുടെ നിർമ്മാണം കളിയോടങ്ങളായി മാറിയപ്പോൾ ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഈ ഓടങ്ങളിലുള്ള മത്സരങ്ങൾക്ക്. അങ്ങനെ ഭാരം കുറഞ്ഞ മത്സരങ്ങളുടെ, വള്ളങ്ങളുടെ ആവിർഭാവമുണ്ടായത് മത്സരങ്ങളുടെ സ്വഭാവം വളരെ വ്യത്യസ്തമായ രീതികളിലേക്ക് മാറിയപ്പോഴാണ്. അങ്ങനെ ദീർഘമായ വലിയ വള്ളങ്ങൾ, ചുണ്ടൻ വള്ളങ്ങൾ രാജഭരണകാലത്ത് ചെമ്പകശ്ശേരിയും കായംകുളവും ഒക്കെ രാജഭരണകാലത്താണ് പുതിയ വലിയ വള്ളങ്ങൾ നിർമ്മിക്കുവാനിടയായത്. അത് സേനാ വിഭാഗങ്ങൾക്ക് പോകുവാനായി, അതുപോലെ തന്നെ ചരക്ക് കടത്തുവാനായി, ചരക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനായി, അങ്ങനെയുള്ള അരോഗ ദൃഢഗാത്രരായ 18നും 50നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടനാടിൻ്റെ മെയ്ക്കരുത്തിൻ്റെ കായിക ശേഷിയുടെ നേർക്കാഴ്ചയാണ് മാന്യ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ആരോഗ്യസ്ഥിതിയുള്ളവർ, വളരെ അവരുടെ തൂക്കം പോലും നോക്കിയാണ് ഈ വള്ളത്തിൽ അവരെ ഇരുത്തിയിരിക്കുന്നത്. ഭാരമേറെയുള്ളവരെ ഈ വള്ളങ്ങളിൽ തുഴയുവാനായി തിരഞ്ഞെടുക്കാറില്ല. നിശ്ചിതമായ
രാവിലെയും വൈകുന്നേരവുമുള്ള തുഴച്ചിൽ പരിശീലനത്തിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കാണുന്ന ആ 2 ഇടി തടി ഉപയോഗിച്ചുകൊണ്ടുള്ള ആ താളം ഇപ്പോൾ തുഴയുന്നത്. ആ ഇടിയൻ്റെ താളത്തിനനുസരിച്ചാണ് ഈ വള്ളം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ സൗമ്യമായ ഒരു താളം അവിടെ ഉപയോഗിക്കുന്നു. ഇത് മത്സരം മുറുകുമ്പോൾ ഈ താളം ദ്രുതഗതിയിലാവും. ആ താളത്തിൻ്റെ ഇടിയുടെ പ്രകമ്പനത്തിനൊപ്പം ഈ തുഴകൾ വെള്ളത്തിലേക്ക് കാഞ്ഞ് പതിക്കുമ്പോഴാണ് വള്ളപ്പാടുകൾക്ക് മുന്നിലേക്ക് കുതിക്കുന്നത്. അങ്ങനെ കുട്ടനാട്ടുകാരുടെ കൈക്കരുത്തിൻ്റെ പ്രതീകമായി ഈ ഓളപ്പരപ്പിലൂടെ കുതിച്ചു പാറുന്ന ഈ ആകാശത്തെ പോലെ ഒരു ശരവേഗത്തിൽ വരുന്ന കാഴ്ച ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കാണുവാൻ കഴിയും. 1150ഓളം മീറ്റർ നീളമുള്ള ഈ നട്ടയത്തെ കേവലം 5 മിനിറ്റിനുള്ളിൽ അവർ കീഴ്പ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പുന്നമടക്കായലിൻ്റെ ആ വെള്ള പളുങ്കുമണികൾ പോലെ നയമ്പൻ തുമ്പിലൂടെ കുത്തിയെറിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വളരെ ചേതോഹരമായ മനോഹരമായ കുട്ടനാട് സമ്മാനിക്കുന്ന ആ ജലകായിക മാമാങ്കത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. തുടർന്ന് 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ 2ാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. 1ാമത്തെ ട്രാക്കിൽ ശ്രീവിനായകൻ, 2ാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, 3ാമത്തെ ട്രാക്കിൽ സെൻറ് ജോർജ്, 4ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി. 4 ചുണ്ടൻ വള്ളങ്ങൾ അങ്ങനെ നിരന്ന് നിലകൊള്ളുകയാണ്. ഒരു വിസിൽ കിട്ടണം. തെക്കോട്ടേക്കുള്ള പാച്ചിൽ അവർ ആരംഭിക്കും. യാഗാശ്വത്തെ പോലെ വെടിച്ചില്ലുകൾ ചീറിപ്പായുന്നത് പോലെയാണ് ചുണ്ടൻ വള്ളങ്ങൾ ഈ ട്രാക്കിലൂടെ കുതിച്ചു വരുന്നത്. ശ്രീവിനായകനും ചമ്പക്കുളവും സെൻറ് ജോർജും ജവഹർ തായങ്കരിയും ഒക്കെ വള്ളംകളി പ്രേമികളുടെ മനസ്സിൽ ഏറെയേറെ വർണ്ണക്കൂട്ടുകൾ ചാലിച്ചിട്ടുള്ള വള്ളങ്ങളാണ്. 2008 നീരണിഞ്ഞ കരുവാറ്റ ശ്രീവിനായകൻ എന്ന ചുണ്ടൻ വള്ളം നിരവധി പ്രാദേശിക മത്സരങ്ങളിൽ പങ്കെടുത്ത് കരുത്ത് കാട്ടിയ ജലരാജനാണ്. SH ബോട്ട് ക്ലബ്ബ് കൈനകരിയാണ് ഇവരെ നയിക്കുന്നത്. SH ചർച്ച് 600ാം പാടത്തിന് കീഴിൽ 2016 രൂപം കൊണ്ടൊരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബുകൾക്കേറെ പ്രാധാന്യമുണ്ട്. ഓരോ ക്ലബ്ബുകളും തങ്ങൾ വള്ളങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരുടെ പരിശീലനത്തിന് വേണ്ടി ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഈ ശ്രീവിനായകൻ കായംകുളത്തും കരുവാറ്റയിലും മാന്നാർ, മഹാത്മാ, നീരേറ്റുപുറം, കരുനാഗപ്പള്ളി, കന്നേറ്റി തുടങ്ങിയ ജലോത്സവങ്ങളിലെ ജേതാവ് നേടിയിട്ടുള്ള വള്ളമാണ്. ശ്രീവിനായകന്റെ ക്യാപ്റ്റൻ സജി വർഗീസ് കാവാലം. ആനാരി 1ാമത്തെ പാദ മത്സരത്തിൽ 1ാമത്തെ ഹീറ്റിൽ മത്സരിച്ച ആനാരി ചുണ്ടന്റെ മുന്നേറ്റം വിജയികളായതിൻ്റെ ഒരു റീപ്ലേ ആണ് മാന്യ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് വടക്ക് ശ്രീവിനായകനും ചമ്പക്കുളവും സെൻറ് ജോർജും ജവഹർ തായങ്കരിയും ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു വിസിൽ കിട്ടിയാൽ മാത്രം മതി. ആ ട്രാക്കിലൂടെ വളരെ കൃത്യമായ നിയതമായ സ്റ്റാർട്ടിംഗ് ഡിവൈസാണ് പുന്നമടയിൽ. ഇപ്പോൾ വള്ളം കുതിച്ച് പായുകയാണ്, മുമ്പോട്ട് കടന്നു വരികയാണ്. ശ്രീവിനായകൻ, ചമ്പക്കുളം, സെൻറ് ജോർജ്, ജവഹർ തായങ്കരി. ചമ്പക്കുളം വള്ളത്തെപ്പറ്റി പറയുമ്പോൾ ഹാട്രിക്കുകളുടെ ചരിത്ര ജലകേസരിയാണ് ചമ്പക്കുളം. 1989-ലും 90-ലും 91-ലും ഹാട്രിക്കിന് ശേഷം 1994-ലും 95-ലും 96-ലും കിരീടം കൈയടക്കിയ ചരിത്രമുള്ള വള്ളം. 98, 2009, 2014 അടക്കം 9 തവണ വെള്ളിച്ചുണ്ടനെ കിരീടമണിയാൻ ഭാഗ്യം കിട്ടിയ ജലരാജൻ പഴയ ചുണ്ടൻ വള്ളം മാറ്റി 2014-ൽ പുത്തൻ ചുണ്ടൻ വള്ളം നീറ്റിലിറക്കിയ ചമ്പക്കുളം. ഉമാമഹേശ്വരൻ ആശാരി ചുണ്ടൻ വള്ളങ്ങളുടെ പെരുന്തച്ഛനായ കോവിൽമുക്ക് നാരായണൻ ആചാര്യയുടെ മൂത്ത മകനായ ഉമാമഹേശ്വരൻ ആചാര്യ നിർമ്മിച്ച ഈ പായുംപുലി 53.25 കോൽ നീളവും 84 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 9 നിലക്കാർ അടങ്ങുന്ന 98 ജലകായിക താരങ്ങളെ പേറാൻ കെൽപ്പുള്ള ചുണ്ടൻ വള്ളമാണ്. സെൻറ് ജോർജ് ചുണ്ടൻ വള്ളം കായ്പുറം ബോട്ട് ക്ലബ്ബിൽ നിന്നും പുതിയതായി ഈ വർഷം രൂപം കൊണ്ട സെൻറ് ജോസഫ്സ് ബോട്ട് ക്ലബ്ബാണ് സെൻറ് ജോർജ് വള്ളത്തെ ഈ മത്സരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പഴയ സെൻറ് ജോർജ് വള്ളത്തിന് പകരമായി പുതിയ ചുണ്ടൻ വള്ളം 2014-ൽ നീറ്റിറക്കി. പെരുന്തച്ഛനായ പള്ളിയോടങ്ങളുടെ പെരുന്തച്ഛൻ എന്ന് പേരുള്ള ചങ്ങങ്കരി വേണുവാചാരിയാണ് ഈ പ്രതിഭ എന്ന തച്ചനാണ് സെൻറ് ജോർജ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 52.25 കോൽ നീളവും 81 തുഴച്ചിൽക്കാരെയും 5 അമരക്കാരെയും 7 താളക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സെൻറ് ജോർജ് വള്ളം. തൊട്ടു പിന്നാലെ വരുന്നത് പണ്ഡിറ്റ്ജിയുടെ പേരിൽ തന്നെ മത്സരത്തിനെത്തുന്ന വള്ളമെന്ന എക്കാലവും ഖ്യാതി പകർന്ന ജവഹർ തായങ്കരിയാണ്. 51 വർഷങ്ങളുടെ ചരിത്ര വഴികളിലൂടെ മുന്നിലേക്ക് കടന്നു വരുന്ന ആ ചുണ്ടൻ വള്ളം 1966-ൽ ഗിയർഗോസ് ചുണ്ടൻ വള്ളം പുനർനാമകരണം ചെയ്ത് ജവഹർ തായങ്കരിയായി രൂപം കൊണ്ട ആ ചുണ്ടൻ വള്ളം 73-ൽ പുത്തൻ ചുണ്ടൻ വള്ളം രൂപകൽപ്പന ചെയ്ത് നീറ്റിലിറക്കിയപ്പോൾ മുതൽ കാണുന്ന നാടിൻ്റെ മാനസ നൗകയാണ് ജവഹർ തായങ്കരി.
50 വർഷവും തുടർച്ചയായി മത്സരത്തിൽ പങ്കെടുത്ത ഖ്യാതി ജവഹർ തായങ്കരിക്ക് സ്വന്തമായുണ്ട്. 97-ലും 1977-ലും 78-ലും 85-ലും 2015-ലും വർഷങ്ങളിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ജവഹർ തായങ്കരി നീലേറ്റുപുറം താഴത്തങ്ങാടി മത്സര വള്ളംകളികളിൽ ഹാട്രിക്ക് നേടിയ ബഹുമതി ജവഹർ തായങ്കരിക്ക് സ്വന്തമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജലമേളകളിൽ വിജയതിലകമണിഞ്ഞ വിജയവീഥിയാണ് ജവഹർ തായങ്കരിക്കുള്ളത്. ജവഹർ തായങ്കരിയെ നയിക്കുന്നത് ജവഹർ ബോട്ട് ക്ലബ് തായങ്കരി ക്യാപ്റ്റൻ അശ്വന്ത് വി പെരുമ്പിടാക്കളം, ലീഡിംഗ് ക്യാപ്റ്റൻ ബെന്നി ബി കാരിച്ചാൽ. സെന്റ് ജോർജ് നയിക്കുന്നത് സെന്റ് ജോസഫ്സ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം ഫാദർ അഗസ്റ്റിൻ പെങ്ങനാം തടത്തിലാണ് ലീഡിംഗ് ക്യാപ്റ്റൻ ടോണി മൊഴൂർ സിറിയൻ. ചമ്പക്കുളം വള്ളത്തിൻ്റെ PBC പുന്നമട ബോട്ട് ക്ലബ് പുന്നമടയും അത്ലറ്റിക്കോ ഡി ആലപ്പുഴയുമാണ് ഈ വള്ളത്തെ നയിക്കുന്നത്. സന്തോഷ് ടി കുരുവിള ക്യാപ്റ്റൻ, ഹരിലാൽ KV, ലാലൻ കുമരകമാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. ശ്രീവിനായകൻ SH ബോട്ട് ക്ലബ്ബ് കൈനഗരി, കാവാലം സജി വർഗീസ് ക്യാപ്റ്റനായി, ഫാദർ ബിനീഷ് ചാക്കോ ലീഡിംഗ് ക്യാപ്റ്റനായുള്ള വള്ളമാണ്. ചമ്പക്കുളം വള്ളമാണ് മുന്നേറ്റം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. 13-ാം നമ്പർ വള്ളം 1-ാം ട്രാക്കിലൂടെ ഇപ്പോൾ 3-ാം നമ്പർ വള്ളമായ ചമ്പക്കുളം വള്ളം 3-ാം നമ്പർ വള്ളം 2ാമത്തെ ട്രാക്കിലൂടെ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചമ്പക്കുളം വീണ്ടും ഒരു ചരിത്ര വിജയം കൈവരിക്കുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഹാട്രിക്കുകളുടെ ചരിത്ര വിജയമുള്ള ചക്രവർത്തിയായ 89-ലും 90-ലും 91-ലും ഹാട്രിക്ക് നേടിയ 94-ലും 95-ലും 96-ലും ഹാട്രിക് ചരിത്രമുള്ള ആ ചമ്പക്കുളം ചുണ്ടൻ വള്ളം തന്നെ വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് 2ാമത്തെ ട്രാക്കിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നു. പുന്നമട ബോട്ട് ക്ലബ്ബും അത്ലറ്റിക്കോ ഡിയും നയിക്കുന്ന സന്തോഷ് ടി കുരുവിള ക്യാപ്റ്റനായുള്ള ചമ്പക്കുളം വള്ളം അങ്ങനെ വെള്ളത്തുള്ളികളെ വകഞ്ഞു മാറിക്കൊണ്ട് പളുങ്ക് മണികൾ പോലെ കുത്തിയെറിഞ്ഞുകൊണ്ട് അടനയമ്പുകളുടെ ശേഷി മുഴുവൻ പ്രയോഗിപ്പിച്ചുകൊണ്ട് ആ 1-ാം തുഴക്കാരൻ മുതൽ പിന്നിലേക്ക് എത്ര ആവേശത്തോടു കൂടിയാണ് തുഴഞ്ഞു മുന്നേറുന്നത്. ഏതാണ്ട് 90% മത്സരം 90 ട്രാക്കിൻ്റെ 90% പിന്നിട്ട് കഴിയുമ്പോൾ വളരെ വ്യക്തമായ വള്ളപ്പാടുകൾക്ക് മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് ചമ്പക്കുളം വള്ളം ഇതാ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ട്രാക്കിലൂടെ വരുന്ന 3-ാം നമ്പർ വള്ളം ചമ്പക്കുളം, ഹാട്രിക്കുകളുടെ ചരിത്ര വിജയമുള്ള 3-ാം നമ്പർ വള്ളം പുന്നമട ബോട്ട് ക്ലബിന് ഒരിക്കൽ കൂടി ഖ്യാതി നേടിക്കൊടുക്കുന്ന ചമ്പക്കുളം ഇതാ ഫിനിഷിംഗ് പോയിന്റ് മുന്നിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെ കടന്നു വരുന്ന 12-ാം നമ്പർ വള്ളം സെന്റ് ജോർജും ജവഹർ തായങ്കരിയും. സെന്റ് ജോർജാണ് മുന്നേറ്റം. 12 നമ്പർ വള്ളം സെന്റ് ജോർജും നമ്പർ 5 ജവഹർ തായങ്കരി. 4ാമത്തെ ട്രാക്കിലൂടെ വരുന്ന ജവഹർ തായങ്കരി തന്നെ ലീഡ് ചെയ്യുന്നു. 12-ാം നമ്പർ വള്ളം തൊട്ടു പിന്നാലെ 3ാമത് ആയി ഫിനിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ശ്രീ വിനായകൻ വളരെ ലളിതമായ ഒരു തുഴച്ചിൽ, വളരെ സൗമ്യമായി തുഴഞ്ഞു നീങ്ങുന്നു. ജവഹർ തായങ്കരി തന്നെ 2ാമത് ഫിനിഷ് ചെയ്യുകയാണ്. 5ാമത്തെ നമ്പർ 4ാമത്തെ ട്രാക്കിലൂടെ വന്ന ജവഹർ തായങ്കരിയും 12-ാം നമ്പർ സെന്റ് ജോർജും 2ഉം 3ഉമായി ഫിനിഷ് ചെയ്യുകയാണ്. 13-ാം നമ്പർ ശ്രീ വിനായകൻ തൊട്ട് പിന്നാലെ വന്ന് ഫിനിഷ് ചെയ്യുന്നു. ഈ വാശിയേറിയ മത്സരത്തിൽ ചമ്പക്കുളം ചുണ്ടൻ 1ാമതായും, ജവഹർ തായങ്കരി 2ാമതായും, സെന്റ് ജോർജ് 3ാമതായും, ശ്രീ വിനായകൻ 4ാമതായും ഫിനിഷ് ചെയ്തിരിക്കുന്നു. 2ാമത്തെ ഹീറ്റ്സിലൂടെ നടന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ശ്രീവിനായകനും ചമ്പക്കുളവും സെന്റ് ജോർജും ജവഹർ തായങ്കരിയും കാഴ്ചവെച്ച അതിശക്തമായ ഒരു മത്സരത്തിൽ ചമ്പക്കുളം വള്ളം ഒരു റീപ്ലേയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജവഹർ തായങ്കരിയും സെന്റ് ജോർജും തമ്മിലുള്ള ആ ജവഹർ തായങ്കരിയുടെ ഒരു മുന്നേറ്റം. 7 തുഴപ്പാടിന് സെന്റ് ജോർജിനെ പിന്നിലാക്കിക്കൊണ്ട് ജവഹർ തായങ്കരി തങ്ങളുടെ ആ മികവ് തെളിയിച്ചിരിക്കുന്നു. പുന്നമടക്കായലിൻ്റെ ആ ട്രാക്കിൻ്റെ മത്സരവീഥിയുടെ ഒരു ആകാശ കാഴ്ച. ആലപ്പുഴ നഗരം വികസിക്കുകയാണ്. ആലപ്പുഴയിലെ ടൂറിസം സാധ്യതകൾ, ബഹുനില മന്ദിരങ്ങളൊക്കെ ഇവിടെ വിദേശികളെയും സഞ്ചാരപ്രിയരെയും ആകർഷിക്കുവാൻ വേണ്ടി പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടിയുള്ള ഹോട്ടൽ സംവിധാനങ്ങൾ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 70ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ 5ാമത്തെ ഹീറ്റ്സ് മത്സരം നടക്കുമ്പോൾ 17, 18, 19ാമത്തെ ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുവാൻ പോകുന്നത്. 1ാമത്തെ ട്രാക്കിൽ വലിയ ദിവാൻജി, 2ാമത്തെ ട്രാക്കിൽ വള്ളമില്ല, 3ാമത്തെ ട്രാക്കിൽ മേൽപ്പാടം, 4ാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ. വളരെ പെരുമയുള്ള കീർത്തിയുള്ള വള്ളങ്ങൾ, നാടിൻ്റെ പൊന്നോമനകളായ വള്ളങ്ങളാണ് ഇവയൊക്കെ. വലിയ ദിവാൻജിയെ പറ്റി പറയുമ്പോൾ രാജമുദ്ര നാമധേയത്തിൽ പേറിയിരിക്കുന്ന ഒരു വള്ളമാണ്. നദോന്നതയുടെ താളക്രമത്തിൽ വഞ്ചിപ്പാട്ട് പാടി
വള്ളപ്പുരയിൽ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ഒരു രീതി കന്യാട്ടുകുളങ്ങര ദേവസങ്കേതത്തിനടുത്ത് കിടക്കുന്ന വള്ളപ്പുരയിൽ കാണാൻ കഴിയുമായിരുന്നു. 1979-ലും 1981-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വലിയ ദിവാൻജി 2016-ൽ പുതിയ ചുണ്ടൻ വള്ളമായി നീരണിഞ്ഞു. ചുണ്ടൻ വള്ളങ്ങളുടെ മയൻ എന്ന വിശേഷണമുള്ള ഉമാമഹേശ്വരൻ ആചാരി തൻ്റെ 10ാമത്തെ ചുണ്ടൻ വള്ളമായി നിർമ്മിച്ചിറക്കിയ വലിയ ദിവാൻജി 53.25 കോൽ നീളവും 50 അങ്കുലം വണ്ണവും 2024-ലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ജേതാവാണ്. ആ പെരുമയാണ് വലിയ ദിവാൻജിക്കുള്ളത്. അങ്ങനെ വള്ളംകളികളുടെ തുടക്കം കുറിക്കുന്ന മധ്യകേരളത്തിലെ വള്ളംകളികളുടെ തുടക്കം കുറിക്കുന്ന ചരിത്രപരമായ ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ജേതാവിത പുന്നമടക്കായലിൽ മത്സരത്തിന് പോരിനിറങ്ങിയിരിക്കുന്നു. മേൽപ്പാടം ചുണ്ടൻ വള്ളം കുമരകം ബോട്ട് ക്ലബ് ആൻഡ് FFBC കുമരകം 2024 മെയ് 10-ന് നീറ്റിലിറക്കിയ പുത്തൻ ചുണ്ടൻ വള്ളമാണ് മേൽപ്പാടം. അമ്പലപ്പുഴയ്ക്ക് കിഴക്കായി മേൽപ്പാടം കരയുടെ സ്വപ്ന സാക്ഷാത്കാരമായ ഈ ചുണ്ടൻ വള്ളം പെരുന്തച്ഛൻ കോവൽമുക്ക് നാരായണനാചാര്യയുടെ മകൻ സാബു നാരായണന്റെ 7ാമത്തെ നിർമ്മിതിയാണ്. തൻ്റെ 7ാമത്തെ പുത്രൻ എന്നാണ് സാബു നാരായണൻ ഈ ചുണ്ടൻ വള്ളത്തെ വിളിക്കുന്നത്. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും 85 തുഴച്ചിൽക്കാരെയും 5 അമരക്കാരെയും 4 നിരക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വള്ളം. 58ാമത് മാന്നാർ മഹോത്സവ ജേതാവ്, അപ്പർ കുട്ടനാട് ജലോത്സവത്തിലെ 1ാം സ്ഥാനം, പായിപ്പാട് ജലമേളയിലെ സമ്മാനം നേടിയ ആ ചുണ്ടൻ വള്ളം നെഹ്റു ട്രോഫി ജലമേളയിൽ തൻ്റെ കന്നിയംഗത്തിനെത്തിയിരിക്കുകയാണ്. ഇനിയുമുള്ളതാണ് വള്ളം കളികളിലെ ഹീറോവായ, ജലമേളകളിലെ ഹീറോവായ, ജലരാജാക്കന്മാരുടെ രാജാവെന്ന പേരുള്ള ജലചക്രവർത്തിയായ കാരിച്ചാൽ. തുടർ വിജയങ്ങളുടെ ഹാട്രിക്കുകളുടെ തമ്പുരാൻ വള്ളം കാരിച്ചാൽ. കരയുടെ മാനസം കവർന്ന വള്ളം. അവർ ഓമനപ്പേരായി വിളിക്കുന്നത് കാരുവെന്നാണ്. തങ്ങളുടെ മകനെ വിളിക്കുന്നത് പോലെയാണ് ആ വള്ളത്തെ അവർ കൊണ്ടാടുന്നത്. 1974-ലും 75-ലും 76-ലും 82-ലും 83-ലും 84-ലും ഹാട്രിക്ക് നേടിയ ആ ചുണ്ടൻ വള്ളം 86-ലും 87-ലും 2000-ലും 2001-ലും തുടർ വിജയങ്ങൾ നേടിയ ചുണ്ടൻ വള്ളം 1980-ലും 2003-ലും 2008-ലും 2011-ലും 2016-ലും അങ്ങനെ വർഷങ്ങളിലൂടെ ജലരാജാവായി 15 വർഷങ്ങളിൽ വെള്ളിച്ചുണ്ടനെ ശിരസിലണിഞ്ഞ ആ ചുണ്ടൻ വള്ളം 2023-ൽ പുതുക്കിപ്പണിത മികവുമായി കരക്കാരുടെ പ്രിയപ്പെട്ട കാരു ഇങ്ങനെ പോരിനെത്തുകയാണ്. 2024-ലെ പായിപ്പാട് ജലോത്സവത്തിലെ ജേതാവാണ് കാരിച്ചാൽ. 51.25 കോൽ നീളവും 87 തുഴച്ചിൽക്കാരും 8 അമരക്കാരും 4 നിരക്കാരുമുള്ള ആ വള്ളം 2018 മുതൽ 2023 വരെയാണ് PBCയുടെ തുടർച്ചയായ കിരീട നേട്ടം. PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഈ കാരിച്ചാലിൻ്റെ തുഴച്ചിൽക്കാരായി എത്തിയിരിക്കുന്നത്. 1988-ലും 98 വർഷങ്ങളിലും ട്രോഫി നേടിയ PBC ആകെ 6 ട്രോഫികൾ നേടിയ വള്ളം സമിതിയാണ്. 15 നെഹ്റു ട്രോഫിയുമായി ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫിയുടെ റെക്കോർഡുള്ള കാരിച്ചാൽ ചുണ്ടൻ വളരെ വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 എന്നുള്ളത് 16-ലേക്ക് എത്തിക്കുവാനാണോ എന്ന് തോന്നിപ്പോകും. കാരുവിൻ്റെ ആ ഒരു മുന്നേറ്റം, ജലചക്രവർത്തിയായ കാരിച്ചാൽ, ഒരു ദേശജനതയുടെ ഹൃദയവികാരമായ കാരിച്ചാൽ. ആലൻ 3 തൈക്കലും എയ്ഡനും ക്യാപ്റ്റനായുള്ള മനോജ് PP ലീഡിംഗ് ക്യാപ്റ്റനായുള്ള കാരിച്ചാൽ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇതാ വീണ്ടും ഒരു റെക്കോർഡിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങളിലാണ്. വളരെ വ്യക്തമായ മുന്നേറ്റം, വള്ളപ്പാടുകളുടെ മുന്നേറ്റത്തിലൂടെ വളരെ ചെറിയ സമയദൈർഘ്യമെടുത്തുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ കാരിച്ചാൽ ഫിനിഷിംഗ് പോയിന്റ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. തൊട്ടു പിന്നാലെ എത്തുന്നത് 14-ാം നമ്പർ മേൽപ്പാടവും 7-ാം നമ്പർ വലിയ ദിവാൻജിയുമാണ്. പുതിയ വള്ളമാണ്, പ്രായേണ പുതിയ വള്ളം. തടിയുടെ നിറം പോലും മാറി. ആഞ്ഞിലി തടിയുടെ ആ ഒരു ചേതോഹരമായ വർണ്ണക്കൂട്ടോടുകൂടിയാണ് 14-ാം നമ്പർ വള്ളം 3ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത്. 2ാമതായി ഫിനിഷ് ചെയ്യുമെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. തുഴപ്പാടുകൾക്ക് പിന്നിലാണ് മേൽപ്പാടം KBC ആൻഡ് FFBC കുമരകം നയിക്കുന്ന ചുണ്ടൻ വള്ളം. വലിയ ദിവാൻജി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബാണ് ഇക്കൊല്ലം ഇവിടെ മത്സരത്തിന് എത്തിച്ചിരിക്കുന്നത്. സണ്ണി ഇടിമണ്ണിക്കളാൻ ക്യാപ്റ്റൻ, ബൈജപ്പൻ ആന്റണി ജോസഫാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. അങ്ങനെ വളരെ വ്യക്തമായി തന്നെ ഒരു സംശയമില്ലാതെ വളരെ സ്ഫടിക തുല്യമായ വ്യക്തതയോടുകൂടി ഈ 3 വള്ളങ്ങളും തങ്ങളുടെ മികവ് തെളിയിച്ചിരിക്കുന്നു. കാരിച്ചാൽ 1ാമതായി ഫിനിഷ് ചെയ്തപ്പോൾ മേൽപ്പാടം 2ാമതായും വലിയ ദിവാൻജി 3ാമതായും ഈ 5ാമത്തെ ഹീറ്റ്സിൽ ഇന്നത്തെ ഈ പ്രഥമപാദ മത്സരങ്ങളിൽ തങ്ങളുടെ ശേഷി തെളിയിച്ചിരിക്കുന്നു. ഇനിയാണ് പോരിൻ്റെ
വീര്യം കാണാനിരിക്കുന്നത്. ഈ ഇടവേളയ്ക്ക് ശേഷം നടക്കുവാൻ പോകുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ഈ ജലപ്പെരുപ്പിൽ വാശിയുടെ തീ പാറുക തന്നെ ചെയ്യും. ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുക തന്നെ ചെയ്യും. ഓരോ കരകളുടെയും വികാരം അത് പ്രാർത്ഥനയായും അനുമോദനങ്ങളായും ആവേശ ആരവങ്ങളുടെ ഉയർത്ത് എഴുന്നേൽക്കുകയും ഒക്കെ നമുക്ക് കേൾക്കാനാവും. ഓരോ കരകളിൽ ഓരോ വള്ളങ്ങൾക്കും ആയിരക്കണക്കിന് അവരുടെ ആരാധകരുണ്ട്, ആയിരക്കണക്കിന് അവരുടെ ഓഹരി ഉടമകളുണ്ട്, തങ്ങളുടെ കരയെ മാനസത്തിൽ ചേർത്ത് നിർത്തിയിരിക്കുന്ന ആ ദേശക്കാരുണ്ട്. ഇവയൊക്കെ ഒരു വാശിയുടെ പേരിലാണെങ്കിലും കുട്ടനാടിൻ്റെ ഒരു സാമൂഹ്യമായ ഏകതയാണ്. കണ്ടില്ലേ ആ ആഘോഷ തിമിർപ്പ്? ആ തീരപ്രദേശങ്ങളിൽ വീടുകളുടെ എറമ്പുകളിൽ അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൻ്റെ പടികളിൽ ഒക്കെ നിന്നുകൊണ്ട് വള്ളംകളി കാണുകയാണ്. ഈ പുന്നമടക്കായലിൻ്റെ പകുതി ഭാഗം ഒരു ദ്വീപ്, താൽക്കാലിക ദ്വീപായി രൂപം കൊണ്ടിരിക്കുകയാണ്. ഉയരക്കാഴ്ചയിൽ കാണാൻ കഴിയും കൊച്ചു കൊച്ചു മനുഷ്യ മതിലുകൾ തീർത്തുകൊണ്ടാണ് പുന്നമടക്കായലിനെ വിഭജിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ 1150 നീളമുള്ള പുന്നമടക്കായൽ. ആ ഒരു റീപ്ലേ നമുക്ക് കാണാൻ കഴിയും. കാരിച്ചാലിൻ്റെ മേൽപ്പാടത്തിൻ്റെയും വലിയ ദിവാഞ്ചിയുടെയും മുന്നേറ്റമാണ് അഞ്ചാമത്തെ ഹീറ്റ്സിൽ വളരെ വ്യക്തമായി കാരിച്ചാൽ മുന്നേറ്റം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചുണ്ടൻ വള്ളങ്ങൾ അടുത്ത പാദ മത്സരങ്ങളിലേക്ക് എത്തിച്ചേരുവാനായി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാണാൻ കഴിയുന്ന മാന്യപ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ ആവേശ കാഴ്ചകൾ ഒരുക്കി ഇതര ദേശങ്ങളിൽ നിന്നെത്തിയ വിദേശ സഞ്ചാരികളും ആഭ്യന്തര വിദേശ സഞ്ചാരികളും പ്രാദേശികമായ വള്ളംകളി പ്രേമികളും ഒക്കെയാണ്. അവർ തങ്ങളുടെ കുപ്പായങ്ങൾ പോലും ഊരി വെള്ളത്തിലേക്ക് ഇറങ്ങി തങ്ങളുടെ പ്രിയങ്കരായ ദേശക്കാർക്ക് ആവേശം പകരുവാൻ ഇറങ്ങി പോകുന്ന പതിവുണ്ട്. നിയമപരമായി അല്ലെങ്കിൽ അവരുടെ ക്രമപ്രശ്നങ്ങളിൽ അവരങ്ങനെ ജലത്തിൽ ഇറങ്ങുവാൻ പാടില്ല, ട്രാക്കുകളിൽ ഇറങ്ങുവാൻ പാടില്ല എങ്കിൽ പോലും വള്ളംകളിയുടെ മൂർധന്യതയിലെത്തുമ്പോൾ, ആവേശം കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മൂർധന്യമായ അവസ്ഥയിൽ എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ വള്ളങ്ങളെ അഭിനന്ദിക്കുവാനായി, വള്ളങ്ങൾക്ക് ആരവം കൊടുക്കുവാനായി, വള്ളങ്ങൾക്ക് അവരുടെ ആവേശത്തെ അത്യുന്നതയിലെത്തിക്കുവാനായി എല്ലാ വള്ളംകളി പ്രേമികളും ഇറങ്ങിത്തിരിക്കുന്ന രീതിയുണ്ട്. പുന്നമടയുടെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങ് പച്ചപ്പിൻ്റെ ആ ഒരു മനോഹാരിതയിൽ അതിരിട്ടിരിക്കുന്ന പുന്നമടക്കായൽ, പോക്കുവെയിലിൽ വെട്ടിത്തിളങ്ങുന്ന പുന്നമടക്കായൽ ഇന്ന് മനുഷ്യ മതിലുകൾ തീർത്തിരിക്കുകയാണ്. കിഴക്കേ അതിരാണ് കാണാൻ കഴിയുന്നത്. പുന്നമടക്കായലിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരുകൾ താൽക്കാലികമായ മനുഷ്യ സഞ്ചയം കൊണ്ട് അതിരിട്ടിരിക്കുകയാണ്. പച്ചപ്പിൻ്റെ കേരനിരകളാടുന്ന ആ തീരഭൂമിയിൽ ഇന്ന് മനുഷ്യ സമുദ്രമാണ്. ബഹുവർണ്ണ ചാരുതയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ പല ദേശക്കാർ, പല ഭാഷക്കാർ, പല പ്രായക്കാർ അവരങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഇനിയും ഒരു 2 മണിക്കൂറിനടുത്ത് ഈ മത്സരങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനായി എടുത്തേക്കാം. ഏതാണ്ട് 5 മണിയോടുകൂടി മത്സരങ്ങൾ അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുമെങ്കിലും ഇപ്പോൾ 4 മണിയാകുമ്പോഴും ഇനി ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ശേഷിക്കുന്നു. ഫൈനലുകൾ, ലൂസേഴ്സ് ഫൈനലുകൾ നടക്കാനിരിക്കുന്നു. ഏതാണ്ട് 1-1.5 മണിക്കൂറോളം, 5:30 മണിയോളം ആകും എന്നാണ് ഇന്നത്തെ ആ ഒരു പ്രതീക്ഷ. ചെറിയ തോതിൽ മഴക്കാറ് വന്ന് മാനത്തെ മൂടുമ്പോൾ ചെറിയ ആശങ്കകളുണ്ടെങ്കിലും ഈ മഴത്തുള്ളികളെ പോലും അമൃതവർഷിണിയായി കണക്കാക്കുന്ന ജല കായിക താരങ്ങളാണ് കുട്ടനാടിനുള്ളത്. കുട്ടനാട്ടിലെ ജനങ്ങളുടെ ഒരു വികാരം അങ്ങനെയാണ്. എത്ര വലിയ വെള്ളപ്പൊക്കം വന്നപ്പോഴും 2018-ലും 2019-ലുമൊക്കെ അല്പ ദിവസങ്ങളിലേക്ക് ഭേദഗതി ചെയ്ത് ജലമേളയെ മാറ്റിവെച്ചപ്പോഴും അവ ആരംഭിച്ചപ്പോൾ അതിര് കവിഞ്ഞ ആവേശത്തോട്, വർദ്ധിത വീര്യത്തോടുകൂടി ജലകായിക മാമാങ്കത്തെ നേരിട്ടവരാണവർ. ഹീറ്റ്സിൽ കാരിച്ചാലെടുത്ത സമയം 4 മിനിറ്റ് 14 സെക്കൻഡ് 35 മൈക്രോ സെക്കൻഡാണ് കാരിച്ചാൽ ഈ 5-ാമത്തെ ഹീറ്റ്സിലെടുത്ത റെക്കോർഡ് സമയം. 4 മിനിറ്റ് 14 സെക്കൻഡ് 35 മൈക്രോ സെക്കൻഡ്. വളരെ അതിശയകരമായ ചരിത്രപരമായ ഒരു സമയമാണ്. 4 മിനിറ്റ് 14 സെക്കൻഡ് 35 മൈക്രോ സെക്കൻഡ്. 1150 മീറ്റർ താണ്ടാൻ കേവലം 4 മിനിറ്റ് 14 സെക്കൻഡ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടനാടൻ കൈക്കരുത്തിൻ്റെ, മെയ്ക്കരുത്തിൻ്റെ, അവരുടെ ലക്ഷ്യബോധത്തിൻ്റെ, പരിശീലനത്തിൻ്റെ കാരുവ എത്ര ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാനാവും. ഇനി നടക്കാൻ പോകുന്നത് പ്രാദേശികമായ രാവിലെ നടന്ന ചെറുവള്ളങ്ങളുടെ മത്സരമാണ്. ഫൈനൽ മത്സരങ്ങളാണ്. തെക്കനോടി തറവള്ളങ്ങളുടെയും തെക്കനോടി കെട്ടുവള്ളങ്ങളുടെയും മത്സരമാണ്. തെക്കനോടി തറവള്ളങ്ങളിൽ 1-ാമത്തെ ട്രാക്കിലൂടെ എത്തുന്നത് കാട്ടിൽ തെക്കിയതിലും, 2-ാമത്തെ ട്രാക്കിൽ സാരഥിയും, 3-ാമത്തെ ട്രാക്കിൽ ദേവസ്വമാണ് മത്സരിക്കുവാൻ എത്തുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇക്കുറി 2024 70-ാമത്തെ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ജലരാജാക്കന്മാരുടെ ലിസ്റ്റുകൾ അറിവായി തുടങ്ങിയിരിക്കുന്നു. കാരിച്ചാലും വിയ്യപുരവും നിരണവും നടുഭാഗവുമായിരിക്കും
പോരാളികൾ എന്ന് കേൾക്കുന്നു. ഈ ഫൈനൽ മത്സരങ്ങളിൽ തീ പാറുക തന്നെ ചെയ്യും. ഈ ഓളപ്പരപ്പിന് തീ പിടിക്കുക എന്നൊക്കെ ആലങ്കാരികമായി പറയുമെങ്കിൽ ഇന്ന് അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിയും. കാട്ടിൽ തെക്കിയതിലും സാരഥിയും ദേവസ്വം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. തെക്കനോടി തറവള്ളങ്ങളെ പറ്റി പറയുമ്പോൾ കെട്ടും തറയും വള്ളങ്ങളുടെ നിർമ്മാണ രീതിയിലാണ് ആ പേര് നിശ്ചയിച്ചിരിക്കുന്നത്. തറയടിക്കുക എന്ന് പറയും. ചെമ്പും പിച്ചളയും ഒക്കെ ചേർത്തുള്ള ഇരുമ്പാണിയും ഒക്കെ ചേർത്ത് പലകകൾ കൂട്ടിച്ചേർത്ത് തറയടിച്ച് അവ ജല സുരക്ഷ ഒരുക്കുന്നതിനെയാണ് തറവള്ളങ്ങൾ എന്ന് പറയുന്നത്. ഈ തറവള്ളങ്ങൾ കാട്ടിൽ തെക്കേതിൽ KPBC കാർത്തികപ്പള്ളിയും സാരഥി ഏഞ്ചൽ വനിതാ ബോട്ട് ക്ലബ് നീരേറ്റുപുറവും ദേവസ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുന്നമടയുമാണ് ആ വള്ളങ്ങളിൽ മത്സരിക്കുന്നത്. വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തെക്കോട്ടേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വിശേഷങ്ങൾ പിന്നെ പങ്കിടുന്നത് വിജയനാഥാണ്. തറ വിഭാഗം വള്ളം കളി കഴിഞ്ഞാലുടൻ തെക്കനോടി കെട്ടുവള്ളം. ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓടിവള്ളങ്ങൾ നിർമ്മിക്കുമ്പോൾ കെട്ട് എന്നും തറയെന്നും പേരിട്ട് ആ നിർമ്മിതിയെ വിശേഷിപ്പിക്കാറുണ്ട്. കെട്ടുവള്ളങ്ങൾ എന്ന പേരിൽ ഓണാട്ടുകരയിലും കുട്ടനാട് ഭാഗത്തുമൊക്കെ ചകിരിയും കയറും ഉപയോഗിച്ച് പലകകളെ ചേലുകൊള്ളിക്കുക എന്നൊരു രീതിയുണ്ട്. ആ തടിയിലുണ്ടാകുന്ന പഴുതുകൾ ജല സുരക്ഷിതമാക്കുവാൻ വേണ്ടി, വെള്ളത്തിലിറങ്ങുമ്പോൾ ചോർച്ച അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ചകിരിയും കയറും കൊള്ളിച്ച് ചെഞ്ചല്യവും ചേർത്ത് മുറുക്കുന്ന ഒരു രീതി, അങ്ങനെ കെട്ടി മുറുക്കുന്ന ആ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിർമ്മിക്കപ്പെട്ട വള്ളങ്ങളാണ് കാട്ടിൽ തെക്കതിലും ചെല്ലിക്കാടനും പടിഞ്ഞാറേപ്പറമ്പിനും കമ്പനി വള്ളവും. ഓടിവള്ളങ്ങൾ പൊതുവെ മുൻകാലങ്ങളിൽ യാത്രാവള്ളങ്ങളായി, അകമ്പടി വള്ളങ്ങളായി ഉപയോഗപ്പെടുത്തിയവയാണ്. ഈ വള്ളങ്ങൾ ചരക്ക് കടത്തുകൾക്കായി പോലും ഉപയോഗിച്ചിരുന്ന പ്രായണ വീതിയുള്ള വലിപ്പമേറിയ വള്ളങ്ങൾ. തെക്കനോടിയിൽ പ്രഥമപാദ മത്സരം ഫൈനലായി തന്നെയാണ് നടത്തുന്നത്. 4 ടീമുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രണവം വനിതാ ബോട്ട് ക്ലബ് മുട്ടാർ, ലവ്ലി സാബു ക്യാപ്റ്റനായുള്ള കാട്ടിൽ തെക്ക വള്ളം, രാജേശ്വരി KS IBRA കൊച്ചിൻ നയിക്കുന്ന ചെല്ലിക്കാടൻ. ഇതര ജില്ലകളിൽ നിന്ന് പോലും ഇവിടെ മത്സരത്തിന് വള്ളങ്ങൾ എത്തുന്നു. യങ് സ്റ്റാർ ബോട്ട് ക്ലബ് താമല്ലാക്കൽ നയിക്കുന്ന പടിഞ്ഞാറേപ്പറമ്പൻ സുകന്യയാണ് ക്യാപ്റ്റൻ. ചെമ്പുംപുറം ബോട്ട് ക്ലബ്ബ് CBC നയിക്കുന്ന കമ്പനി വള്ളം. പഴയകാല മത്സര വേദികളിലൊക്കെ പേരുള്ള വള്ളങ്ങളാണ് കമ്പനിയും ചെല്ലിക്കാടനുമൊക്കെ. പ്രിയങ്ക പ്രലോഷാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. ഈ 3 വള്ളങ്ങൾ ആരംഭിച്ചിരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന മലയാള വനിതകളുടെ കവണിയുടുത്ത് നിറമുള്ള ജാക്കറ്റ് അണിഞ്ഞ് മുല്ലപ്പൂ തലയിൽ വട്ടത്തിൽ ചുറ്റിക്കെട്ടിയുള്ള ആ രീതി മാറിക്കൊണ്ട് സ്പോർട്സ് ഇനമായി വള്ളംകളിയെ അംഗീകരിക്കപ്പെടുന്ന രീതി വന്നപ്പോൾ മത്സര യൂണിഫോമായി തന്നെ ട്രൗസർ ജാക്കറ്റുകളും ഒക്കെ അണിഞ്ഞ് സ്പോർട്സ് യൂണിഫോമുകളാണ് ഈ വേദികളിൽ ഇപ്പോൾ ഈ മത്സര വള്ളങ്ങളിൽ അവർ ഉപയോഗിക്കപ്പെട്ട് കാണുന്നത്. കാട്ടിൽ തെക്കതിലും ചെല്ലിക്കാടനും പടിഞ്ഞാറേപ്പറമ്പനും കമ്പനി വള്ളവും മുന്നിലേക്ക് കടന്നു വരികയാണ്. ഈ 4 വള്ളങ്ങളിലും അവരെ സഹായിക്കുവാനായി അമരം നയിക്കുന്നത് പുരുഷന്മാർ തന്നെയാണ്. ചെറിയ താളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വെള്ള യൂണിഫോം അണിഞ്ഞ കാട്ടിൽ തെക്കതിൽ വള്ളവും ഇളം നീല യൂണിഫോം അണിഞ്ഞ ചെല്ലിക്കാടനും ഓറഞ്ച് നിറത്തിലുള്ള പടിഞ്ഞാറേപ്പറമ്പനും കമ്പനി വള്ളവുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 20 മുതൽ 30 വരെ തുഴച്ചിൽക്കാർ ഈ വള്ളങ്ങളിലുണ്ട്. ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ തുഴയുന്ന ഒരു ശൈലി, വളരെ സൗമ്യമായ, വാശിയും വീറുമൊക്കെ ഉണ്ടെങ്കിലും ക്രമബദ്ധമായ ഒരു തുഴച്ചിൽ ശൈലിയാണ് ഇപ്പോൾ കാണുന്നത്. കാട്ടിൽ തെക്കതിലും ചെല്ലിക്കാടനും പടിഞ്ഞാറേപ്പറമ്പനും കമ്പനി വള്ളവുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ട്രാക്കിലൂടെ വരുന്ന പടിഞ്ഞാറേപ്പറമ്പൻ അല്പം മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് തെക്കോട്ടുള്ള പ്രയാണം
ഏവരും ഒരേ വേഗത്തിൽ തന്നെയാണ്, ഒരേ ദൂരം, ഒരേ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് തുഴയുന്നത്. നേരിയ ചുരുട്ട് ഇരുവശവുമുള്ള ഓടിവള്ളങ്ങൾ, ലാ പോലെയുള്ള അക്ഷരം ഒരു ചുരുട്ടായി സ്വീകരിച്ച് ഒരു വലിയ ചുരുളൻ വള്ളമാണോ എന്ന് ദൂരെ നിന്ന് നോക്കിയാൽ തോന്നുന്ന രീതിയിലുള്ള ചുണ്ടൻ വള്ളം, ഓടിവള്ളങ്ങൾ. ചുരുളൻ വള്ളമാണോ? അല്ല. എന്നാൽ ഇരുട്ടുകുത്തിയാണോ? അതുമല്ല. നല്ല ചുരുട്ടുള്ള ആ വള്ളങ്ങൾ. 30ഓളം വനിതകൾ അതിൽ പങ്കെടുക്കുന്നു. ചുണ്ടൻ വള്ളങ്ങൾക്കുള്ള പോലെ ചെറിയ അമരമുണ്ട്. ആ അമരച്ചാർത്തിൽ നിൽക്കുന്നത് പുരുഷന്മാരാണ്. ഈ വള്ളങ്ങളുടെ ഗതി നിയന്ത്രിക്കുന്നത് ചാഞ്ഞും ചരിഞ്ഞും ട്രാക്കുകൾ മാറാതെ പോകുവാൻ അവരെ സഹായിക്കുന്ന പങ്കായക്കാർ. ആ ചെറിയ തുഴകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ തുഴയുമ്പോൾ അവരെ പിന്നിൽ നിന്ന് നയിക്കുന്നത് ഈ പങ്കായക്കാരാണ്. കാട്ടിൽ തെക്കതിലും ചെല്ലിക്കാടനും പടിഞ്ഞാറേപ്പറമ്പനും കമ്പനി വള്ളവും ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുമ്പോൾ 52-ാം നമ്പർ വള്ളം പടിഞ്ഞാറേപ്പറമ്പൻ യങ് സ്റ്റാർ ബോട്ട് ക്ലബ് താമല്ലാക്കൽ സുകന്യ ക്യാപ്റ്റനായുള്ള തെക്കനോടി കെട്ടുവള്ളമാണ് ഫൈനൽ മത്സരത്തിൽ ഒന്നാമതായി എത്തുന്നത്. തുല്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാട്ടിൽ തെക്കതിലും ചെല്ലിക്കാടനുമാണ്. അവരങ്ങനെ വലിയ വാശിയൊന്നും കാണിക്കുന്നില്ല. ഏതായാലും തീരുമാനമായി 1, 2, 3 സ്ഥാനങ്ങൾ. എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ആ തുഴച്ചിൽ. ഒന്നാമതായി പടിഞ്ഞാറേപ്പറമ്പനും, രണ്ടാമതായി ചെല്ലിക്കാടനും, മൂന്നാമതായി കാട്ടിൽ തെക്കതിലും തുഴഞ്ഞെത്തുകയാണ്. അങ്ങ് വളരെ പിന്നിൽ, വള്ളപ്പാടുകൾക്കല്ല, ഏതാണ്ട് ട്രാക്കിൻ്റെ പകുതിയോളം പിന്നിലായി ഒരാൾ വരുന്നുണ്ട്. കമ്പനി വള്ളം അങ്ങ് എത്തുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെയും ചില കാഴ്ചകൾ, രസകരമായ കാഴ്ചകൾ മത്സര വള്ളംകളികളിൽ കാണാറുണ്ട്. കൃത്യമായുള്ള പങ്കാളിത്തം. ഇത് ഒരാൾ പിന്നിലുണ്ടെങ്കിലാണല്ലോ മറ്റൊരാൾ ജേതാവാകുക. അങ്ങനെയുള്ളൊരു വ്യവസ്ഥ കൂടി ഈ മത്സരങ്ങളിലുണ്ട്. നീ പിന്നിലുണ്ടല്ലോ എങ്കിൽ ഞാൻ മുന്നിലാവുമ്പോൾ ഞാൻ സമ്മാനാർഹനാവും എന്ന് പറയുന്നത് പോലെയുള്ള ഓട്ടക്കാരുടെ രീതി. അങ്ങനെയുള്ള ഒരു മത്സര രീതിയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വിഭാഗത്തിലുള്ള വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഒന്നാമത്തെ ട്രാക്കിൽ വരുന്നത് മയിൽപ്പീലി, രണ്ടാമത്തെ ട്രാക്കിൽ ഗോതുരുത്ത്, മൂന്നാമത്തെ ട്രാക്കിൽ ചെറിയ പണ്ഡിതൻ, നാലാമത്തെ ട്രാക്കിൽ ഇളമര തമ്പുരാൻ അഥവാ പമ്പാവാസൻ എന്നീ വള്ളങ്ങളാണ്. പുന്നമടയുടെ ഒരു ആകാശ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്ന തെക്കനോടി വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 52ാമത് നമ്പർ വള്ളം പടിഞ്ഞാറേപ്പറമ്പൻ ഫിനിഷ് ചെയ്ത രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓരോ കെട്ടുവള്ളങ്ങളിലും സാംസ്കാരികമായ കേരളത്തിൻ്റെ ദർശനം നമുക്ക് കാണുവാൻ കഴിയും. കുരുത്തോലകൾ ഭംഗിയായി മെനഞ്ഞു പിടിച്ച് വർണ്ണച്ചിറകുകൾ പോലെ വീശിയ ഒരു ഗരുഡൻ്റെ രൂപം. ഗരുഡൻ തൂക്കമാണോ? അല്ല. എന്നാൽ ഒരു പരുന്തിൻ്റെ രൂപത്തിൽ വന്ന് ചിറക് പിടർത്തി അഭിവാദ്യമർപ്പിക്കുകയാണ് ഒരു കലാകാരൻ. കിഴക്കേ അരികിൽ കാണുന്ന ഹൗസ് ബോട്ടുകളുടെ മുകളിൽ ഇതുപോലെയുള്ള ചാരു ദൃശ്യങ്ങൾ ഓരോ സംഘങ്ങളും വള്ളംകളി പ്രേമികൾക്കായി കാഴ്ചവെക്കാറുണ്ട്. ചിലർ ഒരേ യൂണിഫോം അണിഞ്ഞാണ് വരാറുള്ളത്. ചിലർ ഇതുപോലെയുള്ള കലാരൂപങ്ങൾ കാട്ടി ആളുകളെ ആകർഷിക്കാറുണ്ട്. മറ്റു ചിലർ നൃത്തങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ചിലർ വള്ളപ്പാട്ടുകൾ പാടാറുണ്ട്. അങ്ങനെ ആഘോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും കൂടിച്ചേരലുകളുടെയും ഒക്കെ ഒരു വേദിയായി മാറുകയാണ് പുന്നമട കായലിൻ്റെ ഈ കിഴക്കേ വിതാനം. ആ വന്ന വെളിച്ചപ്പാടിൻ്റെ രൂപത്തിലുള്ള ഒരാളിനെ വാളും ഉടവാളുമൊക്കെയായി കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളെ അവതരിപ്പിക്കുവാൻ പോലും ചില യാത്രാ സംഘങ്ങൾ ഈ വേദികളെ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു വേദി കൂടിയായി പുന്നമട കായലിൻ്റെ ഈ കിഴക്കൻ വിതാനം ഉപയോഗപ്പെടുത്തുകയാണ്. ഹൗസ് ബോട്ടുകളുടെ നിര അങ്ങനെ അനന്തമായി നീളുകയാണ്. കിഴക്ക് തെക്ക് നിന്നും വടക്കോട്ടേക്ക് അങ്ങനെ ഒരു ചെറു ദ്വീപ് തന്നെ രൂപം കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിൽ വള്ളങ്ങൾ തുഴയുന്നതിന് സാധാരണ രീതികൾ പലതും അവലംബിക്കാറുണ്ട്. മുൻപ് ജോസഫ് തായങ്കരി സൂചിപ്പിച്ചതുപോലെ ആറന്മുള പള്ളിയോടങ്ങളിൽ ഒരു പാട്ടിൻ്റെ താളക്രമങ്ങളിൽ ഒരു പാടിത്തൊഴിച്ചിലായിരുന്നുവെങ്കിൽ പക്ഷേ ഇക്കുറി അത് മാറി വേഗത്തൊഴിച്ചിലായി മാറിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അങ്ങ് വടക്ക് നിന്ന് ഇരുട്ടുകുത്തി സി ഗ്രേഡ് വിഭാഗം വള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ട്രാക്കിൽ മയിൽപീലി, രണ്ടാമത്തെ ട്രാക്കിൽ ഗോതുരുത്ത്, മൂന്നാമത്തെ ട്രാക്കിൽ ചെറിയ പണ്ഡിതൻ, നാലാമത്തെ ട്രാക്കിൽ ഇളമുറ തമ്പുരാൻ. ഈ 4 വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി സി ഗ്രേഡ് വിഭാഗത്തിൽ ഇപ്പോൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകുത്തി വിഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ യുദ്ധസമാനമായ സേനാ വിഭാഗങ്ങൾക്ക് വേണ്ടി വളരെ മെയ്വഴക്കത്തോടുകൂടി അതിവേഗത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന വള്ളങ്ങൾ എന്ന പേരുണ്ട്. കായൽ കൊള്ളക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വള്ളങ്ങളായി ഇരുട്ടുകുത്തിയെ പറ്റി പറയുന്നുണ്ട്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു വരും ഇരുട്ടുകുത്തി എന്ന വിശേഷണങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇരുട്ടുകുത്തി വള്ളങ്ങളിലാണ് മയിൽപീലി, ഗോതുരുത്ത്, ചെറിയ പണ്ഡിതൻ, ഇളമുറ തമ്പുരാൻ എന്നീ വള്ളങ്ങൾ പങ്കെടുക്കുന്നത്. താന്തോന്നി തുരുത്ത് ബോട്ട് ക്ലബ്ബ് മുളവുകാട് രതീഷ് നയിക്കുന്ന മയിൽപീലി, BBC ഇല്ലിക്കൽ ഇരിഞ്ഞാലക്കുട പ്രശാന്ത് CS നയിക്കുന്ന ഇളമുറ തമ്പുരാൻ അഥവാ പമ്പാവാസൻ, ഗോതുരുത്ത് ബോട്ട് ക്ലബ്ബ് എറണാകുളം ടിഷൻ ടോമി നയിക്കുന്ന ഗോതുരുത്ത് ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളം, അങ്ങനെ 3 ഇരുട്ടുകുത്തി സി ഗ്രേഡ് വിഭാഗം വള്ളങ്ങളാണ് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മയിൽപീലി, ഗോതുരുത്ത്, ചെറിയ പണ്ഡിതൻ, ഇളമുറ തമ്പുരാൻ. 20 മുതൽ 25 വരെ തുഴച്ചിൽക്കാർ 2 വരികളിലായി ഇരുന്ന് തുഴയുന്ന ഒരു രീതി. 2 പങ്കായക്കാർ. ഇരുവശത്തും മലയാളത്തിലെ ല എന്ന അക്ഷരത്തെ പോലെ ഒരു ചുരുട്ടുണ്ട് ഇരുട്ടുകുത്തി വള്ളങ്ങൾക്ക്. ഇരുട്ടുകുത്തി ABC വിഭാഗങ്ങളിലായി അതിൽ ഉൾക്കൊള്ളുന്ന കായിക താരങ്ങൾക്കനുസരിച്ച് ഗ്രേഡുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതര ജില്ലയായ എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും ഒക്കെ പോലും ഇരുട്ടുകുത്തി വള്ളങ്ങളിൽ പങ്കെടുക്കുവാൻ ആളുകൾ എത്തിയിരുന്നു. ഏറ്റവും അധികം വള്ളങ്ങൾ ഇന്ന് പങ്കെടുത്തത് ഇരുട്ടുകുത്തി വിഭാഗത്തിലായിരുന്നു. മയിൽപീലി, ഗോതുരുത്ത്, ചെറിയ പണ്ഡിതൻ, ഇളമുറ തമ്പുരാൻ എന്നീ 3 വള്ളങ്ങളിലാണ്. അവർക്കൊപ്പം തന്നെ ചെറിയ പണ്ഡിതൻ ഒപ്പം തന്നെ ചേർന്ന് വരുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന ചെറിയ പണ്ഡിതൻ വളരെ പേരുള്ള പഴയകാല വള്ളമാണ്. ചെറിയ പണ്ഡിതൻ ആ വള്ളം മഞ്ഞനക്കാട് ബോട്ട് ക്ലബ്ബ് ഞാറക്കൽ സുനിൽ AS നയിക്കുന്ന ആ വള്ളമാണ്. ഒരു വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചിരിക്കുമ്പോൾ മയിൽപീലിയും ഗോതുരുത്തും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു നീങ്ങുകയാണ്. ഈ 3 വള്ളങ്ങളും ഒരേപോലെ തുഴഞ്ഞു വരുമ്പോൾ ചെറിയ പണ്ഡിതൻ വ്യക്തമായ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. ഏതാണ്ട് 35ഓളം തുഴച്ചിൽക്കാർ പങ്കെടുക്കുന്ന, അത്ര വാശിയൊന്നും അവർ കാട്ടുന്നില്ല എങ്കിലും ആ പങ്കായക്കാർ കുത്തി എറിയുകയാണ്. ഈ പങ്കായക്കാരെ പറ്റി പറയുമ്പോഴാണ് ആ നയമ്പിൻ്റെ അല്ലെങ്കിൽ ആ വലിയ തുഴയുടെ ആ ശക്തി അതിലിരിക്കുന്ന മറ്റ് ചെറിയ തുഴച്ചിൽക്കാർ തുഴയുന്നതിനേക്കാൾ 10 മടങ്ങ് കരുത്തോടു കൂടിയാണ് അവർ തുഴയുന്നത്. ഇങ്ങനെ പങ്കായക്കാരെ തിരഞ്ഞെടുക്കുന്നത് തികഞ്ഞ കഴിവുള്ളവരായിരിക്കണം പങ്കായം നയിക്കുന്നവർ. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വിഭാഗത്തിൽ ഏതാണ്ട് മധ്യഭാഗത്തോളം പിന്നിട്ട് കഴിയുമ്പോൾ ചെറിയ പണ്ഡിതൻ വ്യക്തമായ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ആയിരത്തി 150 മീറ്ററോളം നീളമുള്ള ട്രാക്കിൽ 27-ാം നമ്പർ വള്ളം ചെറിയ പണ്ഡിതൻ വളരെ വ്യക്തമായി തന്നെ വള്ളപ്പാടുകൾക്ക് മുന്നിലേക്ക് നീങ്ങുമ്പോൾ പെട്ടെന്നുള്ള ഒരു മത്സര മുന്നേറ്റമാണ് ഇളമുറ തമ്പുരാനും പമ്പാവാസനും ചേർന്ന് ചെറിയ പണ്ഡിതന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ പണ്ഡിതനും ഇളമുറ തമ്പുരാനും തമ്മിലുള്ള ഒരു പോരാണ് നടക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നിച്ചൊന്നിച്ച് ഒപ്പത്തിനൊപ്പം ആ 2 ചുരുളൻ വള്ളങ്ങളും ഒന്നാമത്തെ തുഴക്കാരൻ എഴുന്നേറ്റ് നിന്ന് തുഴയുകയാണ്. 1-ാം തുഴക്കാരൻ്റെ ശേഷി. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് അടുത്തപ്പോഴാണ് അവരൊരു വാശി കാണിച്ചത്. ഒരു പക്ഷേ ഒരു ഫോട്ടോ ഫിനിഷിൽ മാത്രമായിരിക്കും ഇത് കാണാൻ കഴിയുക. ചെറിയ പണ്ഡിതനും ഇളമുറ തമ്പുരാനും തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഫോട്ടോ ഫിനിഷിൽ മാത്രമായിരിക്കും നമുക്ക് പറയാൻ കഴിയുക. തൊട്ടു പിന്നാലെ എത്തുന്നത് ഗോതുരുത്തും മയിൽപീലിയുമാണ്. ഇപ്പോൾ ഫോട്ടോ ഫിനിഷിൽ കാണാൻ കഴിയുന്നത് 31-ാം നമ്പർ വള്ളം ചെറിയ പണ്ഡിതൻ, ഇളമുറ തമ്പുരാനാണ് 37-ാം നമ്പർ വള്ളവും ചെറിയ പണ്ഡിതനാണ്
തൊട്ട് പിന്നിൽ ഫിനിഷ് ചെയ്യുന്നത്. ഈ മത്സരങ്ങളെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന വള്ളം ഹീറ്റ്സുകളിൽ 13-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. ഫിനിഷ് ചെയ്യുവാനെടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമയമാണിവിടെ താരം, വേഗതയാണിവിടെ മാനദണ്ഡം. വേഗത്തിൽ വള്ളം പായിക്കാനുള്ള കരുത്താണ് സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ സെന്റ് ജോർജ്, രണ്ടാമത്തെ ട്രാക്കിൽ ചെറുതന, മൂന്നാമത്തെ ട്രാക്കിൽ ശ്രീവിനായകൻ, നാലാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി. സെന്റ് ജോർജ് വള്ളം ഹീറ്റ്സിൽ 13-ാമത് ഫിനിഷ് ചെയ്ത വള്ളമാണ്. എടുത്ത സമയം 5 മിനിറ്റ് 25 സെക്കൻഡ് 60 മൈക്രോ സെക്കൻഡ്. ചെറുതന വള്ളം ഹീറ്റ്സിൽ 15-ാം സ്ഥാനത്തെത്തിയ വള്ളം ഫിനിഷ് ചെയ്യാനെടുത്ത സമയം 5 മിനിറ്റ് 35 സെക്കൻഡ് 39 മൈക്രോ സെക്കൻഡ്. ശ്രീവിനായകൻ ഹീറ്റ്സിൽ 16-ാമതെത്തിയ വള്ളം, ഏറ്റവും അധിക സമയമെടുത്ത വള്ളമാണ്. 5 മിനിറ്റ് 47 സെക്കൻഡ് 57 മൈക്രോ സെക്കൻഡ്. ആയാപറമ്പ് പാണ്ടി ഹീറ്റ്സിൽ 14-ാം സ്ഥാനത്തെത്തിയ വള്ളം, 5 മിനിറ്റ് 28 സെക്കൻഡ് 42 മൈക്രോ സെക്കൻഡ്. ഈ വള്ളങ്ങളെപ്പറ്റി പറയുമ്പോൾ പഴയ സെന്റ് ജോർജ് വള്ളത്തിൻ്റെ പകരമായി പുതിയ ചുണ്ടൻ വള്ളം 2014-ൽ നീറ്റിലിറക്കി ചങ്ങങ്കരി വേണുവാചാരി എന്ന പള്ളിയോട നിർമ്മിതിയിലെ പ്രതിഭാധനനാണ് സെന്റ് ജോർജ് വള്ളത്തിന് രൂപകൽപ്പന ചെയ്തത്. 52.25 കോൽ നീളം, 81 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 7 താളക്കാർ അടങ്ങുന്ന ടീമാണ് സെന്റ് ജോർജ് വള്ളത്തിലുള്ളത്. 5 മിനിറ്റ് 25 സെക്കൻഡ് 60 മൈക്രോ സെക്കൻഡ് കൊണ്ട് 13-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് സെന്റ് ജോർജ്. മാരാമണ്ണിൽ നിന്നും കരക്കാർ വാങ്ങിയ പള്ളിയോടം കോവിൽമുക്ക് നീലകണ്ഠനാചാരി ചുണ്ടൻവള്ള ഗണനയിൽ വരുത്തിയ ചുണ്ടൻ വള്ളം 1984-ൽ പുതിയ വള്ളം നീറ്റിലിറക്കി. 2004-ൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വള്ളം 9 തവണ റണ്ണറപ്പായ ചുണ്ടൻ വള്ളമാണ്. 2021 ആഗസ്റ്റ് 21-ാം തീയതി നിലവിലെ പുതിയ ചുണ്ടൻ വള്ളം നീറ്റിലിറക്കി. 787 ഓഹരി ഉടമകളുടെ 52.25 കോൽ നീളം, 81 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 9 നിലക്കാർ, 4 ചുണ്ടൻ വള്ളങ്ങൾ അങ്ങനെ ഒന്നിച്ചൊന്നായി തുഴഞ്ഞു വരികയാണ്. ലൂസേഴ്സ് ഫൈനൽ സെന്റ് ജോർജ്, ചെറുതന, ശ്രീവിനായകൻ, ആയാപറമ്പ്, പാണ്ടി എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ്. ശ്രീവിനായകൻ 2008-ൽ നീരണിഞ്ഞ കരുവാറ്റ ശ്രീവിനായകൻ ചുണ്ടൻ വള്ളമാണ്. നിരവധി പ്രാദേശിക മത്സരങ്ങളിൽ ഇതിനകം കരുത്ത് കാട്ടിയ ജേതാവ്. 53.25 കോൽ നീളം, 77 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 7 നിലക്കാർ അടങ്ങുന്ന പോരാളി സംഘം വള്ളത്തിൽ മത്സരത്തിനെത്തുന്നു. ശ്രീവിനായകനും ആയാപറമ്പ് പാണ്ടിയെ പറ്റി പറയുമ്പോൾ 2 കരകൾ ഒന്നിച്ച് ഒരു ചാല് രൂപം കൊണ്ടപ്പോൾ 2 കരകൾ വിഭജിച്ച് പോകാതിരിക്കുവാനായി ആ കരക്കാരിട്ട പേരാണ് ആയാപറമ്പ് പാണ്ടി. 2 കരകളുടെ പേരുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കൂട്ടുനിർത്തുന്ന വള്ളം 5 മിനിറ്റ് 28 സെക്കൻഡ് 42 മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് 14-ാം സ്ഥാനത്തെത്തിയ വള്ളം. അങ്ങനെ 1 മുതൽ 4 വരെയുള്ള ട്രാക്കുകളിലൂടെ കിഴക്കേ അറ്റത്തെ ട്രാക്കിൽ സെന്റ് ജോർജ്, 1-ാമത്തെ ട്രാക്കിലും ചെറുതന, 2-ാമത്തെ ട്രാക്കിലും 3-ാമത്തെ ട്രാക്കിൽ ശ്രീവിനായകനും ആയാപറമ്പ് പാണ്ടിയുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതന വള്ളം 2004-ൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയെങ്കിൽ ശ്രീവിനായകൻ കരുത്ത് കാട്ടിയിരിക്കുന്നത് നിരവധി പ്രാദേശിക മത്സരങ്ങളിലാണ്. അതുപോലെ തന്നെ ആയാപറമ്പ് പാണ്ടിക്കും സെന്റ് ജോർജിനുമൊക്കെ ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാനുള്ള മത്സരങ്ങളിൽ അവർ യത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. സെന്റ് ജോർജ്, ചെറുതന, ശ്രീവിനായകൻ, ആയാപറമ്പ് പാണ്ടി. 1-ാമത്തെ ട്രാക്കിലൂടെ വരുന്ന ശ്രീവിനായകനും 4-ാമത്തെ ട്രാക്കിലൂടെ പോകുന്ന ആയാപറമ്പ് പാണ്ടിയും ഒരു വ്യക്തമായ മുന്നേറ്റം കൈവരിക്കുമ്പോൾ 12-ാം നമ്പർ വള്ളം സെന്റ് ജോർജ് വള്ളമാണ് വാശിയോടുകൂടി നിൽക്കുന്നത്. ആയാപറമ്പ് പാണ്ടി
19 നമ്പർ വള്ളം വളരെ വ്യക്തമായി നാലാമത്തെ ട്രാക്കിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സെന്റ് ജോർജ്, ചെറുതന, ശ്രീവിനായകൻ എന്നിവയിൽ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ഹീറ്റ്സിൽ 14ാമത് ആയാപറമ്പ് പാണ്ടി തന്നെ മുന്നിലേക്ക് കടന്നിരിക്കുന്നു. രണ്ട് കരക്കാരുടെ കരുത്ത്, ആയാപറമ്പ് കരയുടെയും പാണ്ടിക്കരയുടെയും കരുത്തത ഇവിടെ വ്യക്തമാകുന്നു. ചെറുതന തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. ആയാപറമ്പ് പാണ്ടി ഒന്നാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ ചെറുതന പുത്തൻചുണ്ടൻ രണ്ടാമതായി ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. 15ാം സ്ഥാനത്ത് ഹീറ്റ്സിലെത്തിയ വള്ളമാണ്. 5 മിനിറ്റ് 35 സെക്കൻഡ് 39 മൈക്രോ സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത വള്ളം അല്പം കൂടി ഒരു മെച്ചപ്പെട്ട സമയം കൈവരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആയാപറമ്പ് പാണ്ടിയും ചെറുതനയുമാണ് മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നത്. അങ്ങനെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ മൂന്നാമതായി സെന്റ് ജോർജ് ഫിനിഷ് ചെയ്യുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ലൂസേഴ്സ് ഫൈനലിൽ കഴിഞ്ഞാലുടൻ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കും. ജവഹർ തായങ്കരിയും വലിയ ദിവാൻജിയും സെന്റ് പയസ് 10ും ആനാരി ആയാപറമ്പ് പാണ്ടി ഫിനിഷ് ചെയ്യുന്നതിൻ്റെ സ്ലോ മോഷനാണ് കാണുന്നത്. ആയാപറമ്പ് പാണ്ടി ഒന്നാമതായി തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നതായി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നു. രണ്ടാമതായി വരാൻ പോകുന്ന സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് ജവഹർ തായങ്കരിയും വലിയ ദിവാൻജിയും സെന്റ് പയസ് 10ും ആനാരിയും തമ്മിലാണ്. ആയാപറമ്പ് പാണ്ടി ചുണ്ടൻ തേർഡ് ലൂസേഴ്സ് ഫൈനലിലെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ വരുന്നത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലാണ്. ഹീറ്റ്സുകളിൽ 12ാം സ്ഥാനത്തെത്തിയ ജവഹർ തായങ്കരി ഒന്നാമത്തെ ട്രാക്കിലും ഹീറ്റ്സിൽ 9ാമതെത്തിയ വലിയ ദിവാൻജി രണ്ടാമത്തെ ട്രാക്കിലും ഹീറ്റ്സിൽ 11ാമതെത്തിയ സെന്റ് പയസ് 10 മൂന്നാമത്തെ ട്രാക്കിലും ഹീറ്റ്സിൽ 10ാമതെത്തിയ ആനാരി പുത്തൻചുണ്ടൻ 4ാമത്തെ ട്രാക്കിലുമായി കടന്നു വരുന്നു. സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൻ്റെ വാശിയേറിയ മത്സരങ്ങൾ വജോ ചൈതന്യമായി വിജയനാഥിലൂടെ കേൾക്കാം. ശ്രീ KS വിജയനാഥ് സ്വാഗതം ചെയ്യുന്നു. സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കുട്ടനാടിന്റെ കൈക്കരുത്ത് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലൂസേഴ്സ് ഫൈനൽ നടക്കാൻ പോകുന്നു. തീപാറുന്ന മത്സരമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എത്രയോ ശരിയാണ്. മനസ്സിൽ അങ്ങനെ ആവേശം തുടികൊട്ടുമ്പോൾ അവരുടെ കായിക ശേഷി എത്രയോ വീറോടുകൂടി എത്ര തുഴകളാണ് ഒരു മിനിറ്റിൽ ഈ ജലപ്പരപ്പിലേക്ക് വീഴുന്നത്. 80 മുതൽ 100 വരെ തുഴകൾ വീഴുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ഒരു മിനിറ്റിൻ്റെ എത്രയോ മുറിച്ച സെക്കൻഡുകളിലൂടെയാണ് ഇവിടെ ഈ 1100 മീറ്റർ മുമ്പ് കാരിച്ചാൽ കാണിച്ച ഒരു റെക്കോർഡ് നമ്മൾ കാണുകയുണ്ടായി. 4 മിനിറ്റ് 14 സെക്കൻഡ് 35 മൈക്രോ സെക്കൻഡ് കൊണ്ട് 1150 മീറ്ററിനെ അവർ താണ്ടിയപ്പോൾ എത്ര വേഗതയാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമത്തെ ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാമത്തെ ട്രാക്കിൽ തലവടി, മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, നാലാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ. അതായത് വേഗതയുടെ അടിസ്ഥാനത്തിൽ മേൽപ്പാടം ചുണ്ടൻ 8ാം സ്ഥാനത്ത് ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തത് 4 മിനിറ്റ് 48 സെക്കൻഡ് കൊണ്ട് 53 മൈക്രോ സെക്കൻഡ് വേണ്ടി വന്നിരുന്നു. തലവടിയാണെങ്കിൽ 4 മിനിറ്റ് 24 സെക്കൻഡ് കൊണ്ട് 5ാം സ്ഥാനത്ത് അവരെത്തിയിരുന്നു. ചമ്പക്കുളമാണെങ്കിൽ 7ാം സ്ഥാനത്ത് എത്തിയാൻ എടുത്ത സമയം 4 മിനിറ്റ് 38 സെക്കൻഡ് 59 മൈക്രോ സെക്കൻഡ് മാത്രം. പായിപ്പാടനോ 6ാമത്തെ സ്ഥാനത്തെത്തിയത് 4 മിനിറ്റ് 33 സെക്കൻഡ് 13 മൈക്രോ സെക്കൻഡ് മാത്രം. മേൽപ്പാടം ചുണ്ടൻ, അതുപോലെ തന്നെ തലവടി, ചമ്പക്കുളം, പായിപ്പാടൻ, ഈ 3 ചുണ്ടൻ വള്ളങ്ങൾ അങ്ങനെ തലയും അരയും മുറുക്കി നിൽക്കുകയാണ്. അവരങ്ങനെ പാഞ്ഞു വരികയാണ്. ആ ഒരു സിഗ്നൽ കിട്ടിയതിനെ തുടർന്ന്, അവരെ വിസിൽ മുഴങ്ങിയതിനെ തുടർന്ന് തെക്കോട്ട് ഒരു അശ്വമേധ യാഗം നടത്തുന്നത് പോലെ അങ്ങനെ യാഗാശ്വങ്ങളെ പോലെ കുതിച്ചു വരുന്നു. ഒരു ബുള്ളറ്റ് പാഞ്ഞു വരുന്നത് പോലെ, വളരെ ഉഗ്ര പ്രഹരശേഷിയുള്ള ഒരു ബുള്ളറ്റ് പാഞ്ഞു വരുന്നത് പോലെ, വെടിച്ചില് കീറി വരുന്നത് പോലെ വെള്ളത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഏതാണ്ട് 100ഓളം തുഴകൾ ഒരു വള്ളത്തിൻ്റെ ഇരുവശവുമായി ജലച്ചിറകുകളെ വിടർത്തി പാഞ്ഞ് കടന്നു വരികയാണ്. മേൽപ്പാടം ചുണ്ടൻ 2024 മെയ് 10ാം തീയതി നീറ്റിലിറക്കിയ ഏറ്റവും പുതിയ ചുണ്ടൻ. അമ്പലപ്പുഴയ്ക്ക് കിഴക്ക് മേൽപ്പാടം കരയുടെ സ്വപ്ന സാക്ഷാത്കാരമായി കോവിൽമുക്ക് നാരായണാചാര്യയുടെ മകൻ സാബു നാരായണന്റെ 7ാമത്തെ നിർമ്മിതി, തൻ്റെ 7ാമത്തെ പുത്രൻ എന്ന് ആ തച്ചൻ വിശേഷിപ്പിക്കുന്ന 128 അടി നീളവും 64 ഇഞ്ച് വീതിയും 85 തുഴക്കാരെയും 5 അമരക്കാരെയും 7 നിരക്കാരെയും വഹിക്കുന്ന മേൽപ്പാടം ചുണ്ടൻ 58ാമത് മഹാത്മാ ജലോത്സവത്തിലും അപ്പർ കുട്ടനാട് ജലോത്സവത്തിലും പായിപ്പാട് ജലമേളയിലും നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ കന്നിയംഗത്തിനുമായി എത്തിയിരിക്കുന്നു. തൊട്ട് പിന്നിൽ എത്തുന്നത് തലവടി ചുണ്ടനാണ്. തലവടി ചുണ്ടൻ്റെ ചരിത്രം, അതും പുതിയ ചുണ്ടനാണ്. 2023 നീറ്റിലിറക്കിയ വള്ളമാണ്. നീറ്റിലിറക്കിയ വർഷം തന്നെ രൂപം കൊണ്ട ക്ലബ് അംഗങ്ങളാണ് തുഴയുന്നത്. UBC കൈനകരിയുടെ കരുത്ത് ഇവിടെ കാണുവാൻ പോവുകയാണ്. 12 നെഹ്റു ട്രോഫികളുമായി
ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി വിജയങ്ങളുള്ള ഒരു ടീമാണ് UBC, യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ്. ശക്തമായ ആരാധക വൃന്ദമുള്ള ഒരു ക്ലബ്ബ്. സമീപ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടാനായില്ലെന്ന പരാതി, അല്ലെങ്കിൽ ആ പരിഭവം, അല്ലെങ്കിൽ ആ പരാധീനത അവരിവിടെ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് കാണാം. ഇത്തവണത്തെ വരവ് 1963, 64, 65, 89, 90, 91 ഹാട്രിക്ക് നേടിയ ആ കാരിച്ചാൽ UBC കൈനഗരി ക്ലബ്ബാണ് ഇത്തവണ തലവടിയെ നയിക്കുന്നത്. നീരേറ്റുപുറം പമ്പ ജലമേളയിലെ 2024 ജേതാവാണ് തലവടി ചുണ്ടൻ. ചമ്പക്കുളം ഹാട്രിക്കുകളുടെ രാജാവാണ് ജലകേസരിയായ ചമ്പക്കുളം. 89, 90, 91 ഹാട്രിക്ക് നേടിയ ചമ്പക്കുളം ചുണ്ടൻ. 94, 95, 96 കിരീടം കൈയടക്കിയ ചരിത്രമുള്ള ചമ്പക്കുളം ചുണ്ടൻ. 1998, 2009, 2014 അടക്കം 9 തവണ വെള്ളിച്ചുണ്ടൻ കരസ്ഥമാക്കിയ ജലരാജൻ പഴയ ചുണ്ടൻ വള്ളം മാറ്റി 2014 പുത്തൻ ചുണ്ടൻ നീറ്റിലിറക്കി. ഉമാമഹേശ്വരൻ ആചാരി നിർമ്മിച്ച ഈ പായും പൊലി 53.25 കോൽ നീളം, 84 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 9 നിലക്കാരടങ്ങുന്ന 90 അംഗ സമിതിയാണ് നയിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനെ പായിപ്പാട്, തലവടി, മേൽപ്പാടം, തലവടി ചുണ്ടൻ വളരെ വ്യക്തമായ മുന്നേറ്റം. രണ്ടാമത്തെ ട്രാക്കിലൂടെ തലവടി ചുണ്ടനാണ് മുമ്പോട്ട് കടന്നു വരുന്നത്. പായിപ്പാടിനെ ഒക്കെ പിന്നിലാക്കിയിട്ടുണ്ട്. പായിപ്പാടിനൊക്കെ വളരെ പേരുള്ള നെഹ്റു ട്രോഫി ജലമേളയിലേക്ക് പങ്കെടുക്കുകയാണ് പായിപ്പാടൻ ആദ്യമായി. രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടനാണ് ഒന്നാമതായി ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. തൊട്ട് പിന്നിലെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ചമ്പക്കുളവും നാലാമത്തെ ട്രാക്കിലൂടെ വരുന്ന പായിപ്പാടനും തമ്മിൽ നല്ല മത്സരമാണ്, വളരെ ശക്തമായ മത്സരമാണ്. തലവടി ലീഡ് ചെയ്യുകയാണ്. ഈ വർഷത്തെ ലൂസേഴ്സ് ഫൈനലിൽ 4 മിനിറ്റ് കൊണ്ട്, ഹീറ്റ്സിൽ 24 സെക്കൻഡ് കൊണ്ട് മുന്നേറിയ തലവടി ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ പായിപ്പാടൻ തൊട്ട് പിന്നാലെ വരുന്നു. ചമ്പക്കുളം മൂന്നാമതായും മേൽപ്പാടം നാലാമതായും. മേൽപ്പാടത്തെ പറ്റി പറയുമ്പോൾ പുതിയ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ആഞ്ഞിലത്തടിയുടെ ആ പ്രഭ വിളിച്ചോടുന്ന ആ ചുണ്ടൻ വള്ളങ്ങൾ, 4 ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിച്ചൊന്നായി അണിനിരന്ന് വന്നപ്പോൾ മേൽപ്പാടം ചുണ്ടൻ നല്ല വ്യക്തമായ ലൂസേഴ്സ് തലവടി ചുണ്ടൻ തന്നെയാണ് ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ ഒരു റീപ്ലേ നമുക്ക് കാണാൻ കഴിയും. ചുണ്ടനും ചമ്പക്കുളവും ഒന്നാമതായി വന്നു. ഏറ്റവും പിന്നിലായി വന്നത് മേൽപ്പാടമാണ്. ഇപ്പോൾ കാണുന്ന റീപ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തലവടി ചുണ്ടൻ ഈ ലൂസേഴ്സ് ഫൈനലിൽ വിജയായി പ്രഖ്യാപിക്കുന്നു. ഇനിയാണ് തീപാറുന്ന ഫൈനൽ മത്സരത്തിന് വേണ്ടി ഈ കായലിറമ്പിൻ്റെ, പുന്നമട കായലിൻ്റെ ഇരു കരകളെയും കോരിത്തരിപ്പിച്ചുകൊണ്ട് ആളുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ വരാൻ പോകുന്ന മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഇനിയാണ് തീപാറുന്ന മത്സരം എന്ന് പറയുവാൻ കഴിയും. ഫൈനൽ മത്സരങ്ങൾ ഒരുങ്ങുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ നടുഭാഗവും, രണ്ടാമത്തെ ട്രാക്കിലൂടെ കാരിച്ചാലും, മൂന്നാമത്തെ ട്രാക്കിലൂടെ വിയ്യപുരവും, നാലാമത്തെ ട്രാക്കിലൂടെ നിരണവും നിരന്നു വരികയാണ്. നടുഭാഗം മത്സരത്തിന് ഹീറ്റ്സിൽ 4ാം സ്ഥാനത്തിന് വേണ്ടി എടുത്ത സമയം 4 മിനിറ്റ് 23 സെക്കൻഡ് 31 മൈക്രോ സെക്കൻഡാണ്. കാരിച്ചാലാണെങ്കിൽ ഈ വർഷത്തെ റെക്കോർഡാണ്. 4 മിനിറ്റ് 14 സെക്കൻഡ് 35 മൈക്രോ സെക്കൻഡ് എടുത്ത് 1ാം സ്ഥാനത്ത് ഹീറ്റ്സിലെത്തിയ വള്ളം. ആഘോഷത്തോടെ നമ്മുടെ ജനപ്രതിനിധികളും MLA-മാരുമൊക്കെ അങ്ങനെ മതിമറന്ന പാട്ടുപാടി, വള്ളപ്പാട്ടുപാടി അവരുടെ കർശനക്കാരായ എത്രയോ ജനനേതാക്കൾ അവർ ജനങ്ങളോടൊപ്പമാണ്. പാടിക്കൊടുക്കുന്നത് വഞ്ചിപ്പാട്ട് സംഘത്തിൻ്റെ കമന്റേറ്റർമാർ, റേഡിയോ കമന്റേറ്റർമാർ ഒക്കെ ചേർന്നുകൊണ്ട് ഈ ആഘോഷത്തെ, ഇതാണ് ആലപ്പുഴയുടെ പൂരം എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ ആഘോഷം കൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ, പാർലമെന്റ് അംഗങ്ങൾ, MLA-മാർ അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ പറയുമ്പോൾ ഈ ആഘോഷം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് പവലിയനുകളെ ഹർഷപുളകിതരാക്കുമ്പോൾ ഇങ്ങ് പടിഞ്ഞാറേക്കരയിൽ ഒരു വലിയ ജനസമൂഹം കാത്തു നിൽക്കുകയാണ്. ഈ വർഷത്തെ 70ാമത്തെ നെഹ്റു ട്രോഫി ജലമേളയുടെ ജലരാജൻ ആരാണ്? പണ്ഡിറ്റ്ജിയുടെ കയ്യൊപ്പ പതിച്ച ആ വെള്ളിച്ചുണ്ടൻ ആരാണ് മാറോട് ചേർത്ത് പിടിക്കുന്നത്? ഏത് ജലരാജന്റെ കിരീടമായാണ് ഈ വർഷം അത് മാറാൻ പോകുന്നത്? അങ്ങനെയുള്ള ഒരു 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ 2024 മത്സരത്തിന്റെ ഫൈനൽ നടക്കുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അങ്ങ് വടക്ക് 1150 മീറ്റർ വടക്ക് മാറി 4 വള്ളങ്ങൾ അങ്ങനെ ഒരുങ്ങുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം, രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വിയ്യപുരം, നാലാമത്തെ ട്രാക്കിൽ നിരണം. ഈ 4 വള്ളങ്ങളും ഒന്നിച്ചൊന്നായി ഒരുങ്ങി നിൽക്കുകയാണ്.
വേഗതയാണ് ഇപ്പോൾ മാനദണ്ഡമാക്കുന്നത്. പണ്ട് പാടിക്കളിയായിരുന്നെങ്കിൽ ഇത് വേഗക്കളിയായി മാറുന്നു. വേഗതയുടെ മാനദണ്ഡമായി പറയുമ്പോൾ എക്കാലത്തെയും റെക്കോർഡായി രേഖപ്പെടുത്തുവാൻ 2024 ജലമേള 70ാമത് നെഹ്റു ട്രോഫി ഒരു ചരിത്രം കുറിക്കുകയാണ് കാരിച്ചാലിനെ കൊണ്ട്. ജലചക്രവർത്തിയായ കാരിച്ചാൽ, ഓണാട്ടുകരയുടെ പ്രിയങ്കരനായ കാരു എന്ന് വിളിക്കുന്ന കാരിച്ചാൽ 4 മിനിറ്റ് 14 സെക്കൻഡ് 35 മൈക്രോ സെക്കൻഡ് കൊണ്ട് ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വർഷം. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയ വിയപുരമാണെങ്കിൽ 4 മിനിറ്റ് 22 സെക്കൻഡ് 58 മൈക്രോ സെക്കൻഡ് മാത്രമാണ് എടുത്തത്. തൊട്ട് പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന നിരണം ബോട്ട് ക്ലബ്ബ് 4 മിനിറ്റ് 23 സെക്കൻഡ് മാത്രം എടുത്തിരിക്കുന്നു. നടുഭാഗം ചുണ്ടൻ വള്ളം 4 മിനിറ്റ് 23 സെക്കൻഡ് 31 മൈക്രോ സെക്കൻഡ് മാത്രം എടുത്തിരിക്കുന്നു. അങ്ങനെ ഈ ഗതിവേഗം കൊണ്ട്, കൈക്കരുത്ത് കൊണ്ട്, മത്സരത്തിൻ്റെ വളരെ കൃത്യമായ പരിധിയിലുള്ള സമയം കൊണ്ട് 4 മിനിറ്റ് 14 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ 1150 മീറ്റർ താണ്ടുവാൻ എത്ര വളരെ ക്ഷണികമായ സമയം മാത്രമാണ് അവർ എടുത്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. നടുഭാഗവും കാരിച്ചാലും വിയ്യപുരവും നിരണവും മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തീപാറുന്ന ആ മത്സരം ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം, രണ്ടാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വിയ്യപുരം, നാലാമത്തെ ട്രാക്കിൽ നിരണം. ഈ 4 ചുണ്ടൻ വള്ളങ്ങളുടെയും ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തീപാറുന്ന മത്സരത്തിൻ്റെ ഫൈനൽ വിവരിക്കുന്നത് ഞങ്ങളുടെ മാസ്റ്റർ കമൻറ്റേറ്റർ, ദൂരദർശൻ്റെ മാസ്റ്റർ കമൻറ്റേറ്ററായ ജോ ജോസഫ് തായങ്കരിയാണ്. തായങ്കരിയാണെങ്കിൽ തായങ്കരിക്കാരനാണ്. ഈ കരികളുടെ പേരിലുള്ള സ്ഥലമാണ്. ഊരുക്കരി, രാമങ്കരി, ചേന്നങ്കരി, കണ്ടങ്കരി, കൈനകരി എന്നിങ്ങനെ പറയുന്ന പോലെ ഒരു കൈനകരിയുടെ പോലെ തന്നെ, അല്ലെങ്കിൽ തായങ്കരിയുടെ പുത്രനായ ജോ ജോസഫ് തായങ്കരിയിലേക്ക് ഞാൻ മൈക്ക്